നമുക്കറിയായിരുന്നു ഈ കഴിഞ്ഞ എക്സാം ഇച്ചിരി ടഫായിരുന്നു. ആ ഒരു എക്സാമിന്റെ അതിന്റെ PYQ സെഷൻ ആയിരിക്കും നമ്മളിന്ന് നോക്കുന്നത്. അപ്പം ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആൻസർ കീയുടെ നിലവിൽ നമ്മുടെ ആൻസേഴ്സിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന അവിടെ പോലും നമുക്കെന്താ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. പല ഓപ്ഷൻസും റൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് PPT-ലോട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അഡോളസൻസ് ഇസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്റ്റോം. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തിനെയാണെന്ന് ചോദിച്ചേക്കുന്നത്? ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ചലഞ്ചസ് ആൻഡ് ടർമോയിൽ, ഇമോഷണൽ ഡെവലപ്മെന്റ്. പിന്നെ ആൻസർ വരുന്നത് ചലഞ്ചസ് ആൻഡ് ടർമോയിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏതായിരുന്നു ഇത് കണ്ടപ്പോ തോന്നിയത്? ഇത് അറ്റൻഡ് ചെയ്തവരുണ്ടോ സെഷനിൽ? നിങ്ങളെല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്തതാണോ ഈ എക്സാം, അതോ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? പോകുന്നവരാണ്. ഓക്കെ, ഫൈൻ. സാധാരണഗതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിച്ചത് അഡോളസൻസ് ഇസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്റ്റോം, ഇത് ആര് പറഞ്ഞു എന്നാ. അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് സ്റ്റുവർട്ട് ഹോൾ ആണ്. സ്റ്റുവർട്ട് ഹോൾ ആണ് അഡോളസൻസ് ഇസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്റ്റോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും കണ്ടുവരുന്ന ഒരു ചോദ്യം അതായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഡിഫറെന്റ് ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡോളസൻസിന്റെ ഒരു ഡെഫിനിഷനാണ്. അഡോളസൻസ് ഇസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്റ്റോം. ഇത് പറഞ്ഞിരിക്കുന്നത് അഡോളസൻസ് എന്ന ഏരിയയിൽ തന്നെ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സയന്റിസ്റ്റ് ആയിട്ടുള്ള ആരാണ്? സ്റ്റുവർട്ട് ഹോൾ. സ്റ്റുവർട്ട് ഹോൾ ആണ് ഈ ഒരു കോട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ അതല്ലായിരുന്നു. ഇത് എന്ത് സൂചിപ്പിക്കുന്നു എന്നാണ്. അപ്പൊ അതിന്റെ ആൻസർ ചലഞ്ചസ് ആൻഡ് ടർമോയിൽ ആണ്. അത് വരാനൊരു ചാൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ സ്ട്രെസ് ആൻഡ് സ്റ്റോം കണ്ടല്ലോ. ഈ സ്ട്രെസ് ആൻഡ് സ്റ്റോമിന്റെ വേറൊരു മീനിങ് ആണ് എന്ത്? ചലഞ്ചസ് ആൻഡ് ടർമോയിൽ. അത് വെച്ചിട്ട് നമുക്ക് ഇതൊരു ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. ഇമോഷണൽ ഡെവലപ്മെന്റ് എന്നൊക്കെ ചോദിച്ചാൽ അഡോളസൻസ് ഒരു പീരീഡ് ആണ്. അപ്പൊ ആ പീരീഡിൽ ഇമോഷണൽ ഡെവലപ്മെന്റും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ ആൻസറിൽ എത്തിയവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അഡോളസൻസ് ഇസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്റ്റോം. ഇത് പറഞ്ഞിരിക്കുന്നത് സ്റ്റുവർട്ട് ഹോൾ. അതിന് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചലഞ്ചസ് ആൻഡ് ടർമോയിൽ. ആ സ്ട്രെസ് ആൻഡ് സ്റ്റോമിന്റെ തന്നെ വേറെ രീതി നമുക്ക് അതിനെ ചലഞ്ചസ് ആൻഡ് ടർമോയിൽ എന്ന് പറയും. ഒരു അഡോളസൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഭയങ്കര ചാലഞ്ചുകളും അതുപോലെ തന്നെ ടർമോയിലും പ്രതിസന്ധി, കുട്ടികൾക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നതാണല്ലോ. അവർ ആ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൽട്ട്ഹുഡിലോട്ട് ചേഞ്ച് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ, എന്താ പറയുക, ഫിസിക്കൽ ചേഞ്ച് ഉണ്ടാകും, ഇമോഷണൽ ചേഞ്ച് ഉണ്ടാകും. അപ്പൊ ആ ചേഞ്ചുകൾ അവർക്ക് ചലഞ്ചാണ്. ഇതെന്താ എനിക്കിങ്ങനെ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരുന്ന ഒരു ഏജാണ്. അതിനെയാണ് ഈ ചലഞ്ചസ് ആൻഡ് ടർമോയിൽ ഇല്ലെങ്കിൽ സ്ട്രെസ് ആൻഡ് സ്റ്റോം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. Select the most suitable meaning for learning disability. A permanent intellectual condition that affects all aspects of learning, a neurological condition that affects academic function, a temporary intellectual condition that affects all aspects of learning, a physiological intellectual condition that affects all aspects of learning. നിങ്ങൾക്ക് ഏത് ശരിയായിട്ട് തോന്നുന്നു? നിങ്ങൾക്ക് ഏതാണ് ശരിയായിട്ട് തോന്നുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ? ഡി. ഓക്കെ, ഫിസിയോളജിക്കൽ ഇന്റലക്ച്വൽ കണ്ടീഷൻ ദാറ്റ് അഫക്ട് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ്. വേറെ ഏതെങ്കിലും? ഉമ്മു സൽമ, മുഹസിന പോയോ? BVMH എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ്, കറക്റ്റ് നെയിം ആണോ എന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ നമുക്ക് ആൻസറിലോട്ട് നോക്കാം. എന്താണെങ്കിലും ആൻസർ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ദാറ്റ് അഫക്ട് എ അക്കാഡമിക് ഫംഗ്ഷൻ ആണ്. സംഭവം നമുക്ക് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് തോന്നും. അങ്ങനത്തെ രീതിയിലാണ് ക്വസ്റ്റ്യൻ അവർ ഫ്രെയിം ചെയ്യുന്നത്. ലേണിംഗ് ഡിസബിലിറ്റി എന്താന്നുള്ള രീതിയിൽ. അതെന്താ സത്യം, ലേണിംഗ് ഡിസബിലിറ്റി ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഡിസ്പ്രാക്സിയയിൽ ഈ പറഞ്ഞ ന്യൂറോളജിക്കൽ കണ്ടീഷൻ വരുന്നുണ്ട്. പക്ഷെ അല്ലാതെ നോക്കിയാൽ ഇന്റലക്ച്വൽ കണ്ടീഷനും ആണ്. ലേണിംഗ് ഡിസബിലിറ്റി എല്ലാം തന്നെ ഇന്റലക്ച്വൽ ആയിട്ട് നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അവർ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകുക എന്നൊരു വിഷയം മാത്രമേ വരത്തുള്ളൂ. അപ്പോഴും നമുക്കിതൊരു കോൺട്രവേഴ്സി ആണ്. എങ്കിൽ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ എന്താ? ലേണിംഗ് ഡിസബിലിറ്റി ഇറ്റ് ഈസ് എ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ദാറ്റ് അഫക്ട് അക്കാഡമിക് ഫംഗ്ഷൻ എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഡെഫിനേഷൻ വരുന്നത്. ഓക്കെ,
ബാക്കിയുള്ളതും ഒക്കെ ഏകദേശം നമുക്ക് സാമ്യം ഉള്ള ആൻസേഴ്സ് തന്നെ. ടെമ്പററി ഇന്റലക്ച്വൽ ടെമ്പററി ആയിരിക്കും. ചിലപ്പോൾ അവരത് അതിൽ നിന്ന് ഓവർകം ചെയ്യും. കൊച്ചിൽ വായിക്കുന്നില്ല, ഡിസ്ലെക്സിയ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരത് ഹാബിറ്റ് ആക്കി വന്ന് ചിലപ്പോൾ അവർ ഡെവലപ്പ് ചെയ്ത് ഡിസ്ലെക്സിയ അവർക്ക് ഇല്ലാതാകുകയും ചെയ്യും. അപ്പൊ ഇതുമൊക്കെ ആൻസർ ആയിട്ട് തന്നെ വരാം. പക്ഷെ നമുക്ക് ആൻസർ കീയിൽ വന്നിരിക്കുന്നത് ന്യൂറോളജിക്കൽ കണ്ടീഷൻ ദാറ്റ് അഫക്ട് അക്കാഡമിക് ഫംഗ്ഷൻ ആണ്. എന്തുവാ ലേണിംഗ് ഡിസബിലിറ്റിയുടെ മീനിങ് ആയിട്ട് വന്നിരിക്കുന്നത്. Select the most suitable statement related to formative assessment. Distributing final grades, to make comparison and give suggestion, to identify area of improvement, to distribute ranks. എന്തായിരിക്കും? ഏതാന്ന് തോന്നുന്നു? മോസ്റ്റ് സൂട്ടബിൾ ഫോർമേറ്റീവ് അസസ്മെന്റിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇതിന്റെ ഏത് ഉത്തരം വരും? ഫൈനൽ ഗ്രേഡ് കൊടുക്കാനാണോ, അതോ കമ്പയറും എന്തെങ്കിലും സജഷനും കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ, അതോ റാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? ഏതാ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്? ഏതായിരിക്കാം എന്നാണ് തോന്നുന്നത് ഇത് കണ്ടിട്ട്? പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. നമുക്ക് ആൻസറിലോട്ട് പോവാം. ഇതിന്റെ ആൻസർ ആയിട്ട് ടു ഐഡന്റിഫൈ ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫോം ഓഫ് അസസ്മെന്റ് ഡൺ ഡ്യൂറിങ് എ കോഴ്സ്. ഒരു കോഴ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിലായിട്ട് നമ്മൾ നടത്തുന്ന അസസ്മെന്റുകളെല്ലാം നമുക്ക് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണെങ്കിലും ഫസ്റ്റ് ഓപ്ഷൻ വരത്തില്ല. ഫൈനൽ ഗ്രേഡുകൾ, ഒരു അവസാനം ഫൈനൽ ഗ്രേഡ് എപ്പോഴാണ് ചെയ്യുന്നത്? ഒരു കോഴ്സ് തീർന്നില്ലെങ്കിൽ ഒരു സെമസ്റ്റർ തീർന്നിട്ട് അതിന്റെ ലാസ്റ്റത്തെ എക്സാം, അല്ലെങ്കിൽ ഒരു ഇയർ തീർന്നിട്ട് അതിന്റെ ലാസ്റ്റത്തെ എക്സാം നടത്തിയിട്ട് ഒരു ഗ്രേഡ് കൊടുക്കുന്നു. ഫൈനൽ ഗ്രേഡ് എന്ന് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സമ്മേറ്റീവ് അസസ്മെന്റിന്റെ ഭാഗമാണ്. സമ്മേറ്റീവ് അസസ്മെന്റ് ആ ഒരു സമ്മം അവസാനം എല്ലാം തീർന്നു കഴിയുമ്പോൾ നമ്മളൊരു പരീക്ഷ നടത്തി അവസാനം ഗ്രേഡ് കൊടുക്കുന്നതാണ് സമ്മേറ്റീവ് അസസ്മെന്റ്. അത് ഫോർമേറ്റീവ് അസസ്മെന്റ് ഭാഗമല്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഉത്തരമായിട്ട് വരില്ല. പിന്നുള്ളത് ടു മേക്ക് കമ്പാരിസൺ ആൻഡ് ഗീവ് സജഷൻ. ഇതൊരു രീതിയിൽ ഉത്തരമായി വരും. കാര്യം ഫോർമേറ്റീവ് ഇപ്പൊ ഒരു വിചാരിച്ച് നമ്മൾ ക്ലാസ്സിൽ ഒരു TP നടത്തി, അതൊരു ഫോർമേറ്റീവ് അസസ്മെന്റാ. എന്ന് പറയുന്നത് ഇപ്പം ഒരു ചാപ്റ്റർ പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് വേണേലും ടീച്ചറിന് ഒരു ചെറിയ TP വേണേൽ 1 വേർഡ് ഇട്ട് നടത്താം. ഇല്ല, എന്തെങ്കിലുമൊക്കെ ഇന്നലെ പഠിപ്പിച്ച പോർഷൻ വെച്ചൊരു ചെറിയ ഡിക്റ്റേഷനോ TP-യോ എന്തെങ്കിലും നടത്താം. അപ്പൊ അതെന്താ ഫോർമേറ്റീവ് അസസ്മെന്റ്. ഇന്നലെ പഠിപ്പിച്ച അവർക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി. അപ്പം എന്താ പറഞ്ഞ അതുവഴി ടീച്ചറിന് എന്ത് മനസ്സിലാവും? ഏത് ഏരിയ ഏതാണ് കുട്ടികൾക്ക് ഇന്നലെ പഠിപ്പിച്ചിട്ട് മനസ്സിലാകാഞ്ഞത്, അത് ടീച്ചറിന് ഒന്നുകൂടെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും. ഇല്ല ഇന്ന കുട്ടിക്ക് ഇന്നത് മനസ്സിലായില്ല, അപ്പൊ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഫോർമേറ്റീവ് അസസ്മെന്റിന് എന്താ ടു ഐഡന്റിഫൈ ആൻ ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് വരും. പിന്നെ കമ്പാരിസനും സജഷനും, അതെ കമ്പാരിസനും സജഷനും ചെയ്യാനും പറ്റും. ഇപ്പൊ സജസ്റ്റ് ചെയ്യാം, നിങ്ങൾ ഇത് ഇങ്ങനെ പഠിച്ച ഇപ്പൊ എന്തെങ്കിലും മാത്സിന്റെ ഏതെങ്കിലും പ്രോബ്ലം ആണ്, അപ്പൊ ടീച്ചർ പഠിപ്പിച്ച് വെച്ച് അവർക്ക് മനസ്സിലായില്ല, ടീച്ചറിന് മനസ്സിലായ ടീച്ചറിന് വേറൊരു രീതിയിലുള്ളൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് സജസ്റ്റ് ചെയ്യാം, ഇങ്ങനെയും ഇത് ചെയ്യാം. അപ്പൊ ഈ ബിയും സിയും ഏകദേശം നമ്മുടെ ആൻസർ ആയിട്ട് വരും. ആൻസർ കീയിൽ വന്നിരിക്കുന്നത് എന്താ? ഏറ്റവും ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു എന്താ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഫോർമേറ്റീവ് അസസ്മെന്റ്. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്താ? എ ടൈപ്പ് ഓഫ് അസസ്മെന്റ് കണ്ടക്റ്റഡ് ഡ്യൂറിങ് എ കോഴ്സ്. ഒരു കോഴ്സ് നടക്കുന്നതിന്റെ ഇടയ്ക്ക് എപ്പോൾ വേണേലും നമ്മൾ അതിന്റെ ഇടയ്ക്കായിട്ട് നടത്തുന്നതിനെ കൊച്ചു കൊച്ചു TP-കൾ, ഡിക്റ്റേഷൻ, ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, ഇതൊക്കെ എന്താ ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. സമ്മേറ്റീവ് അസസ്മെന്റ് ആണെങ്കിലോ നമ്മുടെ ഫൈനൽ എക്സാം, പിന്നെ ടേം എക്സാം, യൂണിറ്റ് എക്സാം, ഇതൊക്കെ എങ്ങനെ ഒരു ടേം തീരുമ്പോൾ ടേം എക്സാം, യൂണിറ്റ് തീരുമ്പോൾ യൂണിറ്റ് എക്സാം, അങ്ങനെ നടത്തുന്നതാണ്. പിന്നെ എന്തോ ഒരു കോഴ്സ് തീരുമ്പോൾ അവസാനം ആനുവൽ എക്സാം, അതൊക്കെ സമ്മേറ്റീവ്. ഇടയ്ക്ക് നടക്കുന്ന കൊച്ചു TP ഇല്ലെങ്കിൽ എന്തോ മിഡ് ടേം, അതൊക്കെ എന്താ മിഡ് ടേം ഒക്കെ ഫോർമേറ്റീവ് അസസ്മെന്റ്, ഒരു ടേമിന്റെ ഇടയ്ക്ക്. ഓക്കെ, പിന്നെ അതുവഴി റാങ്ക് ഒക്കെ നമ്മൾ ലാസ്റ്റ് അല്ലേ കൊടുക്കുന്നത്. അപ്പൊ അത് എന്താ സമ്മേറ്റീവിന്റെ ഭാഗമാണ്, ഫോർമേറ്റീവിന്റെ ഭാഗമല്ല. ഈ രണ്ടെണ്ണം ബിയും സിയും ആണ് ഫോർമേറ്റീവിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതിൽ ഏറ്റവും സൂട്ടബിൾ ടു ഐഡന്റിഫൈ ആൻ ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് ആണ്. വാട്ട് ഈസ് പ്രൈമറി ഫോക്കസ് ഓഫ് IEP? IEPയുടെ ഫുൾ ഫോം നമുക്ക് ഇതുവഴി കിട്ടുന്നുണ്ട്. ഇനി അടുത്ത എക്സാമിനൊക്കെ ഇനി ഇത് വല്ലതും ഒക്കെ ചോദിക്കാം, അപ്പൊ അത് നോക്കി വെക്കുക. IEPയുടെ ഫുൾ ഫോം ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി ഓരോരുത്തർക്ക് വേണ്ട രീതിയിലുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് അല്ലെ. ഓരോരുത്തർക്കും അല്ലെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളവരാണ്. അപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളപ്പം ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ള എഡ്യൂക്കേഷൻ രീതികളുള്ള ഒരു പ്രോഗ്രാം. ടു ഷോക്കേസ് ഇൻഡിവിജ്വൽ അച്ചീവ്മെന്റ്, പിന്നെ ടു കാറ്റർ പേഴ്സണൽ ഗോൾസ്, സർവീസസ്, ഓപ്പർച്യൂണിറ്റീസ് ഓഫ് സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്, ക്രിയേറ്റിംഗ് കൾച്ചറൽ അവയർനെസ് ആൻഡ് പ്രൊമോട്ടിംഗ് ലേണിംഗ് ആൻഡ് അച്ചീവ്മെന്റ്, ടു പ്രൊവൈഡ് സെപ്പറേറ്റ് ക്ലാസ്സസ് ഫോർ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്. ഏതായിരിക്കാം ആൻസർ ആയിട്ട് വരുന്നത്?
ഹലോ സാറേ, എല്ലാരും പോയോ? സാറേ, ഹലോ സാർ. സമയമുണ്ടോ? സാറേ, ടീച്ചർ കണ്ടിന്യൂ ചെയ്തോ, വേറെ നോക്കണ്ട. ഓക്കെ സാർ. ഇൻഡിവിജ്വലൈസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താണ് അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അത് ഫോക്കസ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏതാണ്? ടു കാറ്റർ പേഴ്സണൽ ഗോൾസ്, സർവീസസ്, ഓപ്പർച്യൂണിറ്റീസ് ഓഫ് സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞാൽ അവിടെ എടുത്ത് പറയുന്നുണ്ട് ഇൻഡിവിജ്വലൈസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അത് ആർക്കാർക്കും ഏറ്റവും ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് എന്തോ സ്പെഷ്യൽ നീഡ്സ് ഉള്ളവർക്കായിരിക്കും. ബാക്കിയുള്ളവരെന്ന് പറയുമ്പോൾ അവർക്ക് വലിയ കുഴപ്പമില്ല, അവർ എങ്ങനെയെങ്കിലും ഒക്കെ എഡ്യൂക്കേഷനിൽ ടാക്കിൾ ചെയ്തങ്ങ് പൊക്കോളും. അവിടെ നമ്മുടെ ഇൻഡിവിജ്വൽ അച്ചീവ്മെന്റ് ഷോക്കേസ് ചെയ്യാൻ എന്തിനൊരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം തന്നെ. അതിന് നമുക്ക് വേറെ കോമ്പറ്റീഷൻസോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഷോക്കേസ് ചെയ്യാൻ. അതിന് ഒരു പ്രോഗ്രാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് വേണമെന്നില്ല. പിന്നെ ക്രിയേറ്റിംഗ് കൾച്ചറൽ അവയർനെസ്സിന് വേണ്ടി എന്തിനാ ഇൻഡിവിജ്വൽ പ്രോഗ്രാം, അതിന്റെ ആവശ്യവും ഇല്ല. പിന്നെ സെപ്പറേറ്റ് ക്ലാസ്സസ് വേണ്ടിയിട്ടല്ല, സെപ്പറേറ്റ് ക്ലാസ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അതൊന്നുമില്ല, എൻറിച്ച്മെന്റ് പ്രോഗ്രാമാണ്. ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം പേഴ്സണൽ ഗോൾസും സർവീസസും ഓപ്പർച്യൂണിറ്റീസ് ഓഫ് സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അവരുടെ സ്പെഷ്യൽ നീഡ്സ് ഉള്ളവരുടെ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ്, അവരുടെ സർവീസസ്, അതുപോലെ അവരുടെ പേഴ്സണൽ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ന്യൂ ഇൻഫർമേഷൻ ഇന്റർഫിയേഴ്സ് വിത്ത് ദ കോൾ ഓഫ് പ്രീവിയസ്ലി ലേൺഡ് ഇൻഫർമേഷൻ. അപ്പൊ അതിന് എന്താണ് പറയുന്നത്? റിട്രോഗ്രസീവ് ഇന്റർഫറൻസ് ആണോ, പ്രോഗ്രസീവ് ഇന്റർഫറൻസ് ആണോ, അംനീഷ്യ ആണോ, റിപ്രഷൻ ആണോ, എന്താണത്? പുതിയൊരു ഇൻഫർമേഷൻ പഴയ ഇൻഫർമേഷന് എന്താ പറഞ്ഞ അതുമായിട്ട് കണക്റ്റഡ് ആണ്, അതിലോട്ട് ഇന്റർഫിയർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വന്നത് ഇറ്റ് ഇന്റർഫിയർസ് വിത്ത് കോൾ ഓഫ് പ്രീവിയസ്ലി, പഴയ എന്തോ അറിവുമായിട്ട് പുതിയതിനെ ബന്ധപ്പെടുത്തിയെടുക്കൽ, പുതിയൊരു ഇൻഫർമേഷൻ പഴയതിലോട്ടൊരു കണക്ഷൻ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തുവാണ്, എന്തെന്ന് പറയും? അതിനെ പ്രോഗ്രസീവ് ഇന്റർഫറൻസ്, പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അതിനെ ഒരു പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് എന്നാണ്. ഇത്രയും കുട്ടികളുണ്ട്, ഒന്ന് ഇന്ററാക്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ്. അപ്പൊ ഒന്ന് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് സെഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നു. സജീന ടീച്ചറിനോട്, ഹെയർ ടീച്ചറിനോടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, എല്ലാവരും ഇന്ററാക്ട് ഇത് ഓപ്ഷൻസ് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് തോന്നുന്ന ഓപ്ഷൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടുക. കംഫർട്ടബിൾ അല്ലാന്ന് ടൈപ്പ് ചെയ്ത്, നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ടൈപ്പ് ചെയ്തിടുക, ഇല്ലെങ്കിൽ പറയുക, എന്താണേലും ഓക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇത് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂ ഇൻഫർമേഷൻ എന്താ, പുതിയൊരു ഇൻഫർമേഷൻ പഴയ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? പ്രോഗ്രസീവ് ഇന്റർഫറൻസ് ആണ് അല്ലെ? ഇപ്പൊ നമ്മള് എന്തുവാ പുതുതായിട്ട് നമ്മൾ ഒരു കാര്യം എന്താ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമിലാണ് ഇതുപോലല്ലേ അഡീഷനും ഇതുമായിട്ട് എന്തൊരു ബന്ധമുണ്ടല്ലോ എന്നൊരു ഇത് നമുക്ക് കിട്ടുവാണെങ്കിൽ എന്താ, അതൊരു പ്രോഗ്രസീവ് ഇന്റർഫറൻസ് ആണ്. നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യത്തിന് പുതിയൊരു കാര്യമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റി, അപ്പൊ അത് കുറച്ചുകൂടെ നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. അപ്പൊ ഇതെന്താണ്? പ്രോഗ്രസീവ് ഇന്റർഫറൻസ് ആണ്. ന്യൂ ഇൻഫർമേഷൻ ഇന്റർഫെയർ, അതിനകത്തോട്ട് ഇടപെടുന്നു, ഇന്റർഫെയർ വിത്ത് കോൾ ഓഫ് പ്രീവിയസ്ലി ലേൺഡ്, നേരത്തെ പഠിച്ചിട്ടുള്ള എന്തൊരു ഇൻഫർമേഷനായിട്ട് ഇത് ഇടപെടുന്നു. അപ്പൊ നമുക്കൊരു കണക്ഷൻ കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? റിപ്പീറ്റഡ് അഡീഷൻ ആണ്, നമ്മളൊരു പുതിയ അറിവും കൂടെ നേടിയെടുക്കുകയാണ്. ഹൈറ്റൻഡ് സെൻസിറ്റിവിറ്റി ടു സോഷ്യൽ ഇവാലുവേഷൻ ഓഫ് അഡോലസൻസ്. അഡോലസൻസിന്റെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു 4 ഓപ്ഷൻ, പിയർ പ്രഷർ, പേഴ്സൺ കൺഫർമിറ്റി, സോഷ്യൽ കൺഫർമിറ്റി, ഇമാജിനറി ഓഡിയൻസ്, ഈ 4 ഓപ്ഷനിൽ അഡോലസൻസിലുള്ള കുട്ടികൾക്ക് സോഷ്യലി ഭയങ്കര ഒരു സെൻസിറ്റീവ്, എനിക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചില്ല, അവരുടെ മനസ്സിൽ തോന്നുന്ന സൊസൈറ്റീവായിട്ട് ഡീൽ ചെയ്യുമ്പോൾ തോന്നുന്ന ഒരു ഏറ്റവും ഹൈറ്റ് നിൽക്കുന്ന, ഏറ്റവും പീക്ക് നിൽക്കുന്ന ഒരു ഫീലിംഗ് എന്തായിരിക്കും ഈ 4 എണ്ണത്തിൽ?
നിങ്ങൾക്ക് ഏതെന്ന് തോന്നുന്നു? ഹയർനിസ, സജിന, ഓക്കെ, ഹയർനിസ ടീച്ചർ, സജിന ടീച്ചർ ഒന്ന് റിപ്ലൈ തരൂ. ഏതാണ് ഓപ്ഷൻ ബി, പേഴ്സൺ കൺഫർമിറ്റി. വേറെ സജിന ടീച്ചറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ഗസ് അടിക്കൂ, ടൈപ്പ് ചെയ്താലും മതി. കേൾക്കുന്നുണ്ടോ സജിന ടീച്ചർ? ഓക്കെ, ഫൈൻ. കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കുമ്പോഴത്തേക്കും എന്താണ്, ഇമാജിനറി ഓഡിയൻസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. പിയർ പ്രഷർ അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ്. പിയർ പ്രഷർ അവർക്ക് അത് കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ്. സൊസൈറ്റിയുമായിട്ട് അത്ര കണക്റ്റഡ് അല്ല. അവരുടെ ഒരു ഫ്രണ്ട് സർക്കിൾ അത് കുറച്ച്, ഇപ്പൊ ഒരു 2 കൂട്ടുകാരെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് അവർ ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. കൂട്ടുകാർ പറയുന്നത് കേൾക്കും. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ സെൻസിറ്റീവ് ആണ്. ഒരു സൊസൈറ്റി ഇവാലുവേറ്റ് ചെയ്യുന്ന സൊസൈറ്റി ഇമാജിനറി ഓഡിയൻസ് ആണ്. ഇപ്പം സൊസൈറ്റിയിലുള്ളവർ അവരെ ഒന്നും ചിന്തിക്കുന്നില്ലായിരിക്കും, ഇവരെ അത്ര ശ്രദ്ധിക്കുന്നുമില്ലായിരിക്കും. പക്ഷെ ഇവർക്കൊരു ചിന്ത തന്നെ, എല്ലാവരും നോക്കുന്നു. അവരുടെ മനസ്സിൽ എന്താ, സൊസൈറ്റിയോടുള്ളൊരു ഒരു ഇമാജിനേഷൻ ആണ്. ഇപ്പൊ അയാൾ എന്നെ നോക്കി, അയാൾ ഇങ്ങനെ ആയിരിക്കും എന്നെ കുറിച്ച് വിചാരിച്ചത്. അപ്പൊ അതൊരു ഇമാജിനറി ആയിട്ട് ഓഡിയൻസ് ആരാ, സൊസൈറ്റിയിലുള്ളവർ. അവരെ കുറിച്ച് അഡോലസൻസിലുള്ളവർക്ക് ഭയങ്കര ഒരു ഇങ്ങനെ, അതുകൊണ്ട് ഇച്ചിരി അഡോലസന്റ് ഒക്കെ ആയി കഴിയുമ്പോൾ കുട്ടികൾ എന്താ, ഇപ്പൊ ഒരു കല്യാണത്തിനെ കുറിച്ച് ഞാൻ വരുന്നില്ല, അവിടെയൊക്കെ നിറയെ ആൾക്കാരായിരിക്കും, എനിക്കൊന്നും വരണ്ട എന്ന് പറയും. കാര്യം പക്ഷെ ഇച്ചിരി കൂടെ ചെറുതായിരിക്കും, എന്താ, അവർ റെഡി ആയിരിക്കും, ഒരു ഞാൻ വരാം, അവർക്ക് കഴിക്കാനും കുടിക്കാനും ഒരുങ്ങാനും ഒക്കെ ആയിരിക്കും താല്പര്യം. അഡോളസൻസിൽ അതുണ്ട്. പക്ഷെ എങ്കിലും എന്താ, ഒരു മറ്റുള്ള ശ്രദ്ധിക്കപ്പെടുന്നു, എന്തുമായിരിക്കും എന്നെ പോലെ, പിന്നെ ഒരു ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. ഇങ്ങനെ എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വണ്ണമാണ്, ആ ഒരു രീതിയിലൊക്കെ അവർ ഭയങ്കര, ചിലപ്പോൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ലായിരിക്കും. പക്ഷെ എങ്കിൽ പോലും അവർക്ക് ആ ഒരു ഇമാജിനേഷനാണ് മനസ്സിൽ. അവരുടെ ഓഡിയൻസ് ആരാ, സൊസൈറ്റി. ഈ സൊസൈറ്റിയിലുള്ളവരൊക്കെ എന്നെ കുറിച്ച് എന്തൊക്കെയോ ചിന്തിക്കാം. ചിലർക്ക് പോസിറ്റീവ് ആയിരിക്കാം, ചിലർ ഈ പറഞ്ഞ അതിൽ ഹാപ്പി ആകുന്നവരും ഉണ്ട്. മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കുന്നു, അങ്ങനെ അറ്റൻഷൻ സീക്കുന്നു. അപ്പൊ ഇതെല്ലാം എന്താ, ഇമാജിനേഷനാണ്. ചിലപ്പോൾ ആരും അവർ ശ്രദ്ധിക്കുന്നേ ഇല്ലായിരിക്കും. അപ്പൊ അവർക്ക് സൊസൈറ്റിയുടെ ഇവാലുവേഷനെ കുറിച്ച് ഭയങ്കര സെൻസിറ്റീവ് ആണ് അവർ. ചിലർ നെഗറ്റീവ് എന്ന് ചിന്തിക്കും, ചിലർ പോസിറ്റീവ് എന്ന് ചിന്തിക്കും. ഞാൻ എല്ലാവരും നോക്കപ്പെടുന്നു, അവർ ഫ്രീ ആയിട്ട് അത്ര പോകാൻ ചാൻസ് ഇല്ല. കാരണം അവർ ചേഞ്ച് കൊണ്ടാണ്, ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൽട്ട്ഹുഡിലോട്ട് പോകുന്ന ഒരു ചേഞ്ച് കൊണ്ട് അവർക്ക് കുറെ ഫിസിക്കൽ ചേഞ്ചും ഒക്കെ ഉണ്ടാകുമല്ലോ. അവർ അതിലൊക്കെ ഭയങ്കര ബോധമാണ്. എന്നിട്ട് അവർ വിചാരിക്കും സൊസൈറ്റിയിലുള്ളവർ അവർ ഇങ്ങനെയൊക്കെയാണ് നോക്കി കാണുന്നത് എന്ന്. ഓക്കെ, അതിനാണ് എന്തെന്ന് പറയുന്നത്, ഇമാജിനറി ഓഡിയൻസ് എന്ന് പറഞ്ഞു. പിയർ പ്രഷറും ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്ന ഒരു പ്രോബ്ലം ആണ്. പക്ഷെ അത് സൊസൈറ്റിയിലെ സോഷ്യൽ ഇവാലുവേഷൻ, സൊസൈറ്റി എങ്ങനെ അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുമായിട്ട് ബന്ധപ്പെട്ടല്ല, അത് അവരുടെ ഫ്രണ്ട് സർക്കിളിൽ വരുന്ന ഒരു കാര്യമാണ്. പേഴ്സൺ കൺഫർമിറ്റിയും സോഷ്യൽ കൺഫർമിറ്റിയൊക്കെ അവർക്ക് അത്രയും വരുന്നില്ല. അത് ഇച്ചിരി ചെറിയ ഏജിലാണ്. നമ്മൾ മോറൽ ഡെവലപ്മെന്റ് പഠിക്കില്ലേ, ഗുഡ് ബോയ് ഗുഡ് ഗേൾ, ആ ഒരു സ്റ്റേജിലാണ് സോഷ്യൽ കൺഫർമിറ്റിയൊക്കെ, സൊസൈറ്റിയുടെ കൺഫർമേഷൻ കിട്ടണം. ഇവർക്ക് സൊസൈറ്റിയുടെ കൺഫർമേഷൻ, അവർ സൊസൈറ്റിയോട്ട് ഇറങ്ങിച്ചെല്ലാൻ തന്നെ ഒരു മടി കാണിക്കുക, ഇല്ലെങ്കിൽ ചിലർ കൂടുതലായിട്ട് ഒരു ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി വരാം. അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് അഡോളസൻസിലുള്ളത്. അപ്പൊ ഈ ഒരു ഹൈറ്റൻ സെൻസിറ്റിവിറ്റി ടു സോഷ്യൽ ഇവാലുവേഷൻ, സൊസൈറ്റി എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സെൻസിറ്റീവ് ഫീലിംഗ്, പീക്ക് ലെവലിലുള്ള അഡോളസൻസിനുള്ള സെൻസിറ്റീവ് ഫീലിംഗ് ഏതാന്ന് വെച്ചാൽ ഇമാജിനറി ഓഡിയൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആണോ? ആണ്, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ് സൂട്ടബിൾ ഫോർ കൺസെപ്റ്റ് ഓഫ് മോട്ടിവേഷൻ. ഇപ്പൊ മോട്ടിവേഷൻ എന്ന ഒരു കൺസെപ്റ്റുമായിട്ട് ഏതായിരിക്കും ഏറ്റവും സൂട്ടബിൾ? ഏതായിരിക്കും? ഫീഡ്ബാക്ക് ഓൾവേസ് ഹിൻഡേഴ്സ് മോട്ടിവേഷൻ, ക്രിയേറ്റിവിറ്റി ഈസ് പ്രൈമറി കൺസെപ്റ്റ് ഓഫ് മോട്ടിവേഷൻ, മോട്ടിവേഷൻ ക്യാൻ ബി ക്രിയേറ്റഡ് ഓൺലി ത്രൂ എക്സ്റ്റേണൽ റീഎൻഫോഴ്സ്മെന്റ് ഇൻക്രീസസ് മോട്ടിവേഷൻ. ഏതായിരിക്കും? ഇതിൽ നമുക്ക് 2 ഓപ്ഷൻ വരും. ഏതൊക്കെയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ മതി. ഫീഡ്ബാക്ക് എപ്പോഴും, ഞാനൊരു ഫീഡ്ബാക്ക് തന്നാൽ അതൊരു മോട്ടിവേഷൻ അല്ല. ഇപ്പൊ നമ്മള് ക്ലാസ്സിലൊരു കുട്ടി എന്താ ഇച്ചിരി മോശമായിട്ട് അപ്പം എഴുതുന്നു, അപ്പൊ നമ്മൾ മോനെ ഹാൻഡ് റൈറ്റിംഗ് കൂടെ ശ്രദ്ധിക്കണം എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അത് മോട്ടിവേഷൻ അല്ല എന്നുള്ളതാണോ? അങ്ങനെയാണോ? ഇല്ലെങ്കിൽ ഇപ്പൊ നല്ല കാര്യം, നല്ല ഫീഡ്ബാക്ക് ആവും, വെരി ഗുഡ് എന്ന് പറയുന്നത്, പിന്നെ ആ കുട്ടി മോട്ടിവേറ്റ് ആകത്തില്ല എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് കൊടുത്തേക്കുന്നത് ക്രിയേറ്റിവിറ്റി ഇസ് ദ പ്രൈമറി കൺസെപ്റ്റ്. ക്രിയേറ്റിവിറ്റി ഒരു മോട്ടിവേഷന്റെ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിയേറ്റിവിറ്റി എന്താ, നമ്മൾ കുറച്ചുകൂടെ മോട്ടിവേറ്റ്, ക്രിയേറ്റീവ് ആയിട്ടുള്ളവർക്കൊക്കെ പിന്നെയും പിന്നെ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകും എന്നുള്ള ഒരു ഐഡിയ ആണ് ബി പറഞ്ഞേക്കുന്നത്. സിയില് മോട്ടിവേഷൻ ക്യാൻ ബി ക്രിയേറ്റഡ് ഓൺലി ത്രൂ എക്സ്റ്റേണൽ. പുറത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അതെന്താകൂ,
അതൊരു മോട്ടിവേഷനോ അല്ല ഉള്ളിൽ നിന്നൊരു മോട്ടിവേഷൻ ഇല്ല എന്നാണ് സി പറയുന്നത്. പുറത്തുനിന്ന് എന്തെങ്കിലും ആരെങ്കിലും ചോക്ലേറ്റ് തരാം ഇല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞാൽ മാത്രമേ എന്താകൂ മോട്ടിവേഷൻ ആകൂ എന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. പിന്നെ ഡി എന്താ റീഎൻഫോഴ്സ്മെന്റ്. നമുക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഫീഡ്ബാക്ക് പോലെ തന്നെയുള്ള വേറൊരു സംഭവം. നമുക്ക് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റും ഉണ്ട്, പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റും ഉണ്ട്. നമുക്ക് പോസിറ്റീവ് തൽക്കാലം എടുക്കാം. പോസിറ്റീവ് ഇപ്പം എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു, നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്തു, അത് മോട്ടിവേറ്റ് ആക്കുവോ ഇല്ലയോ, അത് ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് ഡി പറയുന്നത്. അപ്പൊ ഏതൊക്കെ ആയിരിക്കും, ഏതൊക്കെ ഓപ്ഷൻസ് വരാം? ഓപ്ഷൻ ബിയും ഡിയും. ഓപ്ഷൻ ബിയും ഡിയും. ഓപ്ഷൻ സിയും ഇവിടെ ഇ ഞാൻ ടൈപ്പ് ചെയ്തില്ല. അതെന്തോ ഒരു കറക്ഷൻ വന്നിരിക്കുന്നതാണ് കേട്ടോ. അത് ടൈപ്പ് ചെയ്യാൻ മറ്റോ വിട്ടുപോയതാണ്. അപ്പൊ നമുക്ക് ഹലോ പറഞ്ഞോ മിസ്. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്ന ഒന്ന് റീഎൻഫോഴ്സ്മെന്റ് ഇൻക്രീസസ് മോട്ടിവേഷൻ. അത് ഉറപ്പാണ്, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇവിടെ ബി ക്രിയേറ്റിവിറ്റി ഈസ് പ്രൈമറി കൺസെപ്റ്റ് ഓഫ് മോട്ടിവേഷൻ. ഇത് രണ്ടും ഓക്കെ, ബിയും ഡിയും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബിയും ഡിയും ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സി അവിടെ വരില്ല. മോട്ടിവേഷൻ ക്യാൻ ബി ക്രിയേറ്റഡ് ഓൺലി ത്രൂ എക്സ്റ്റേണൽ, അവിടെ അത് വരില്ല. ഓക്കെ ഓക്കെ മിസ്. ബിയും ഡിയും എന്നുള്ള ഓപ്ഷൻ ബി എന്തോ അവിടെ ഉണ്ട്, പക്ഷെ അത് എന്താണ്, അത് ഞാൻ എന്തോ ടൈപ്പിംഗ് ഇഷ്യൂസ് വന്നതാണ്, അവിടെ വന്നിട്ടില്ല. ഇല്ലെങ്കിൽ ഇടയ്ക്കത്തെ ഏതോ ഒരെണ്ണം മാറിപ്പോയിട്ടോ മറ്റോ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ സിയുടെ അവിടെ കിടക്കേണ്ടതല്ല, അവിടെ വേറെ എന്തോ ആയിരുന്നു. അതാണ് അവിടെ സിയും ഇയു എന്നുള്ള ഒരു ഓപ്ഷൻ വന്നത്. സി റോങ് ആണ് കേട്ടോ. സി തെറ്റായിട്ടുള്ള ഓപ്ഷൻ. എക്സ്റ്റേണൽ മാത്രമല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് ഇന്റേണൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ട്. ആരും ഒന്നും പറയണ്ട. ഇപ്പൊ കേട്ടിട്ട് നമ്മൾ പഠിക്കുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു മോട്ടിവേഷൻ ഉണ്ട്. അപ്പൊ എക്സ്റ്റേണൽ മാത്രമാണ് മോട്ടിവേഷൻ തരുന്നതെന്ന് പറയുന്നത് എന്താണ്, റോങ് ആയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പൊ ബിയും ഡിയും ആണ് ഈ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ക്രിയേറ്റിവിറ്റി ഈസ് ദ പ്രൈമറി കൺസെപ്റ്റ് ഓഫ് മോട്ടിവേഷൻ. റീഎൻഫോഴ്സ്മെന്റ് എന്തെടുക്കും, മോട്ടിവേഷൻ ഇൻക്രീസ്. അതായത് നല്ല കാര്യം എന്ന് പറയുമ്പോൾ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ചെയ്യത്തേ ഉള്ളൂ. ഓക്കെ, ക്രിയേറ്റിവിറ്റിയും അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള തിങ്. ഫീഡ്ബാക്ക് ഹിൻഡർ ചെയ്യുമെന്ന് പറഞ്ഞാൽ തടയുമെന്ന്, മോട്ടിവേഷൻ ഉണ്ടാക്കത്തില്ല അല്ല. ചിലപ്പോൾ ചില കേസിലൊക്കെ എന്താ, ചിലപ്പോൾ വഴക്ക് പറയുന്ന പോലും കുട്ടിക്ക് ഒരു മോട്ടിവേഷൻ, അങ്ങനെയും ഒരു വാശിയിലൊക്കെ പഠിക്കുന്നവരുണ്ട്. അപ്പൊ അത് ഹിൻഡർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ല. അപ്പം ബിയും ഡിയും ആണ് കേട്ടോ. വെരി ഗുഡ് ആയിരുന്നു മിസ്റ്റർ ടീച്ചർ, കറക്റ്റ് ആണ്. ബിയും ഡിയും ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. According to concept of zone of proximal development, learning is most effective when the content is at learner's current level of learning, the content is too easy for learner, the content is too difficult for learner, the content is unique and unfamiliar for learner. ഏതായിരിക്കും? ഓപ്ഷൻ ഡി. നോക്കാം. ദ കണ്ടന്റ് ഈസ് അറ്റ് ലേണേഴ്സ് കറന്റ് ലെവൽ. ഇത് ആൻസർ കീ വെച്ചിട്ട്, പക്ഷെ ഓപ്ഷൻ ഡിയും അത്യാവശ്യം കറക്റ്റ് ഓപ്ഷൻ തന്നെ. ആൻസർ കീയിൽ നമുക്ക് ദ കണ്ടന്റ് ഈസ് അറ്റ് ലേണേഴ്സ് കറന്റ് ലെവൽ ഓഫ് ലേണിംഗ് ആണ്. പക്ഷെ നമുക്ക് ഡിയും ആൻസർ ആയിട്ട് എടുക്കാൻ, എനിക്ക് പേഴ്സണലി ഡി ആണ് കറക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാര്യം എന്താന്ന് വെച്ചാൽ കൊടുത്തത് എനിക്ക് ഇത് ഞാൻ നോക്കിയത്, പക്ഷെ നമ്മുടെ ആൻസർ കീയിൽ കിടക്കുന്നത് എ ആണ്. പക്ഷെ അത് എങ്ങനെ ഇനി റെക്ടിഫൈഡ് വല്ലതും ഇറങ്ങുമോ, മാറ്റം വരുമോ എന്നറിയില്ല. പക്ഷെ ഇത് പറയുന്ന വെച്ചിട്ട് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് കറന്റ് ലെവൽ ഓഫ് ലേണിംഗിലാണ് കണ്ടന്റ് എങ്കിൽ പിന്നെ ഒരു വളർച്ച ഉണ്ടാകുന്നില്ല. പൊട്ടൻഷ്യലിലോട്ടുള്ളൊരു ഡിസ്റ്റൻസ് ആണ്, കറന്റിൽ നിന്ന് പൊട്ടൻഷ്യലിലോട്ടുള്ളൊരു ഡിസ്റ്റൻസ് ആണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിപ്പോ നമ്മുടെ കറണ്ട് ലെവലിൽ തന്നെ നിൽക്കുവാണെങ്കിൽ പിന്നെ പ്രോക്സിമൽ ഡെവലപ്മെന്റ് വരെ അല്ലെ, ഡെവലപ്മെന്റ് സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊരു സത്യത്തിൽ അതൊരു റോങ് ആൻസർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി, ഞാനത് നമ്മുടെ കീ കണ്ടുകൊണ്ട് അത് മാർക്ക് ചെയ്തേ ഉള്ളൂ. എനിക്കും ആൻസർ എന്താ, കണ്ടന്റ് ഈസ് യൂണീക്ക് ആൻഡ് അൺഫെമിലിയർ. ഭയങ്കര പാടാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എടുത്താലും കിട്ടത്തില്ല. ഭയങ്കര ഈസി ആണെങ്കിലും കറണ്ട് ലെവലിലാണെങ്കിലും നമുക്ക് MKയോടെ, ഇത് നമ്മുടെ ആരുടെ കൺസെപ്റ്റ് ഏത്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്? വൈഗോട്സ്കി പറഞ്ഞിട്ടുള്ളത് എന്താ, ഒരു MKയോ ഇല്ലെങ്കിൽ ടീച്ചറിന്റെ സ്കഫോൾഡിങ്, ലാംഗ്വേജ്, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ എവിടെ പൊട്ടൻഷ്യൽ ലെവൽ ഓഫ് ലേണിംഗിലോട്ട് എത്തുന്ന ആ ഒരു ദൂരമാണ് എന്ത്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അപ്പൊ അങ്ങനെ നമുക്ക് എത്തണമെങ്കിൽ എന്താ, നമുക്ക് യുണീക്കും അൺഫെമിലിയറും ആയിരിക്കണം. നമുക്ക് അറിയാത്തൊരു കാര്യം, ഇപ്പം മാത്സ് എനിക്ക് അറിയത്തില്ല, അപ്പൊ എനിക്ക് ഏതെങ്കിലും MKയോ മോർ നോളജബിൾ അതർ എന്തെങ്കിലും MKയോ ആയിട്ടുള്ള ആൾക്കാർ, മാത്സിനെ കുറിച്ച് നല്ലോണം അറിയുന്ന
എന്നെക്കാട്ടിലും അറിയുന്ന ആരെങ്കിലും വന്ന് എനിക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരണം, അല്ലെങ്കിൽ എനിക്ക് യുണീക്ക് ആയിരിക്കും. മാത്സ് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല, അറിയത്തില്ലെങ്കിൽ എന്താ, എനിക്കത് യുണീക്കാ. അപ്പൊ ആൻസർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓപ്ഷൻ ഡി, ഇത് കണ്ടന്റ് ഈസ് യുണീക്ക് ആൻഡ് അൺഫെമിലിയർ ആണ്. പിന്നെ ഇത് കീയിലുള്ളതാണ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റിയിട്ടില്ല. ഡിനോടാണ് യോജിക്കാൻ. ഡിഫിക്കൽട്ടും വരാത്തതിന്റെ കാര്യം, അത്ര ഡിഫിക്കൽട്ട് ആണെങ്കിൽ പിന്നെ പൊട്ടൻഷ്യൽ എടുത്തിട്ടും കിട്ടത്തില്ല. ഭയങ്കര ഈസി ആണ് പിന്നെ നമ്മൾ ഓടണ്ടല്ലോ. കറണ്ട് ലെവലിലുള്ള ലേണിംഗ് ആണെങ്കിൽ നമുക്ക് MQ വേണ്ട, ആരും വേണ്ട. അപ്പൊ ആൻസർ ആയിട്ട് തോന്നിയിട്ടുള്ളത് യുണീക്ക് ആൻഡ് അൺഫെമിലിയർ ഫോർ ലേണർ ആണ്. പിന്നെ ഞാൻ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ കീ കിടക്കുന്നത് ഇതാണ് കേട്ടോ ആൻസർ. എന്നാലും ഇപ്പോഴും എനിക്ക് തോന്നുന്നത് യുണീക്ക് ആൻഡ് അൺഫെമിലിയർ തന്നെയാണ്. ഇല്ലെങ്കിൽ പിന്നെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഒന്നും വേണ്ടപ്പ. നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റെക്ടിഫൈഡ് കൊടുക്കാനൊക്കെ ആർക്കെങ്കിലും വന്നിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ടൊക്കെ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോവാം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിരുന്നു എന്താന്ന്? ക്ലിയർ ആയി. ഓക്കെ. The term used for the process of restructuring or modifying existing block of knowledge to incorporate new knowledge. പുതിയൊരു നോളജിനെ കയറ്റാൻ വേണ്ടി നമ്മൾ നമ്മുടെ വീടിനെ അടിച്ചതടിച്ച് റെഡിയാക്കുന്നു. നമ്മുടെ തലയിലുള്ള എക്സിസ്റ്റിംഗ് ബ്ലോക്ക് ഓഫ് നോളജുകളെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പുതിയ ഒരാൾ വരുന്നുണ്ട്, അപ്പൊ അതിനെന്താ പറയുന്നത്? പുതിയ ഒരാളെ എന്ത് ചെയ്യാനാ നമ്മള്? ഇപ്പൊ നമ്മുടെ വീട് എന്തോ അക്കോമഡേഷൻ. വെരി ഗുഡ്, അക്കോമഡേഷൻ. ഓക്കെ, അക്കോമഡേഷൻ ആണ്. പുതിയ ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ തലയിലുള്ള നോളജുകൾ, നമ്മുടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുവാണ് പുതിയ ഒരാൾ വരാൻ. അപ്പൊ അതിന് അക്കോമഡേഷൻ. ഇനി പുതിയ ഒരാളാണ് മാറ്റം എടുക്കുന്നതെങ്കിലോ അത് അസിമിലേഷൻ. ഓക്കെ, അക്കോമഡേഷൻ ആണ്. തിരിച്ചു വരുന്നത് അസിമിലേഷൻ. ഓക്കെ, പുതിയ ഒരാള് എന്താ പറഞ്ഞ ബാക്കിയുള്ളവർക്ക് വേണ്ടി മാറുന്നെങ്കിൽ അതിന് അസിമിലേഷൻ. ഓക്കെ. സെലക്ട് ദ ടേം ഫോർ എയ്ഡ് ആൻഡ് പ്രൊവിഷൻ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. ടെക്നോളജിക്കൽ എയ്ഡ്, നമ്മൾ ഡിസബിലിറ്റി ഉള്ളവർക്ക് കൊടുക്കുന്ന ടെക്നോളജിക്കൽ എയ്ഡിന്റെ പേരെന്താ? അഡാപ്റ്റീവ് ടെക്നോളജി, അസിസ്റ്റീവ് ടെക്നോളജി, അക്കോമഡേറ്റീവ് ടെക്നോളജി, അഡോപ്റ്റീവ് ടെക്നോളജി, ഏതായിരിക്കും? ഓപ്ഷൻ ബി. വെരി ഗുഡ്, ഓപ്ഷൻ ബി, അസിസ്റ്റീവ് ടെക്നോളജി എന്നാണ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിക്ക് കൊടുക്കുന്ന ടെക്നോളജിക്കൽ എയ്ഡിന്റെ പേര്. ഇതൊക്കെ മാർക്ക് ചെയ്തായിരുന്നോ? ഇതൊക്കെ ചെയ്തിരുന്നു, പക്ഷെ സ്റ്റേറ്റ്മെന്റ് വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പോയി. അത് പെട്ടെന്ന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ആദ്യം കാണുമ്പോൾ ഇപ്പൊ ബി കറക്റ്റ് ആണല്ലോ എന്ന് അറിയാതെ ബിയിൽ അങ്ങ് സെലക്ട് ചെയ്യും. അതാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഏറ്റവും പെട്ടുപോകുന്ന ഒരു അവസ്ഥ. നമ്മൾ അറിയാതെ സംഭവിക്കുന്ന താഴോട്ട് ഈ 3 ഓപ്ഷനും കൂടെ ഉള്ള ഓപ്ഷൻ കറക്റ്റ് ആയിട്ടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത കറക്റ്റ് ഉത്തരം കാണുമ്പോൾ അങ്ങ് ബബിൾ ചെയ്തു. അത് ടൈം എനിക്ക് പ്രശ്നമായിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റിനെ ലാസ്റ്റിലത്തേക്ക് മാറ്റി വെച്ചിരുന്നു. എന്തുവാ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എനിക്ക് ആദ്യം വായിച്ചിട്ട് മനസ്സിലാവാനായിട്ട് ഞാനത് ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചിരുന്നു. അപ്പൊ ടൈം ഇഷ്യൂ വന്നതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് കറുപ്പിക്കുകയാണ് ചെയ്തത്. അതാ, സ്റ്റേറ്റ്മെന്റ് ഒന്നും അധികം അങ്ങനെ കണ്ടിട്ടില്ലാത്തതായിരുന്നു കേട്ടറ്റിന്. ഡയറക്റ്റ് ആയിരുന്നു. ഈ പ്രാവശ്യമാണ് ഇത്രയും സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൂട്ടി ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം, അതിൻ്റെതായ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അസിസ്റ്റീവ് ടെക്നോളജി ആണ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിക്കുള്ള ടെക്നോളജി. സെലക്ട് ദ ടേം യൂസ്ഡ് ബൈ ജെറോം എസ് ബ്രൂണർ ടു ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ഇൻഫർമേഷൻ ഇൻ ടു മെന്റൽ റെപ്രസെന്റേഷൻ. ഇതും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, ഈ ജെറോം എസ് ബ്രൂണറിന് കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും തള്ളി നിൽക്കുന്നത് നമുക്കറിയാം, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ എനാക്റ്റീവ്, പിന്നെ ഏതൊക്കെയാ 2 സ്റ്റേജ് ടീച്ചറെ? എനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. ഈ 3 സ്റ്റേജ്, ഇതിനെ കുറിച്ചാണ് എപ്പോഴും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ഇല്ല പിന്നെ ഈ പറഞ്ഞ സ്പൈറൽ കരിക്കുലത്തിന്റെ കാര്യവും നമ്മൾ ബ്രൂണർ കൊണ്ടുവന്നതാണ്. ഇല്ല പിന്നെ ബ്രൂണറിന്റെ ഇൻഡക്റ്റീവ് മെത്തേഡ്, ഇതൊക്കെയാണ് സാധാരണഗതി ചോദിച്ചു വരുന്നത്. ഇപ്പൊ വെറൈറ്റി ആയിട്ട് ഇത് ഉള്ളിൽ നിന്നൊക്കെ ഉള്ള പോർഷൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. സെലക്ട് ദ ടേം യൂസ്ഡ് ബൈ ജെറോം എസ് ബ്രൂണർ ടു ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ഇൻഫർമേഷൻ ഇൻ ടു മെന്റൽ റെപ്രസെന്റേഷൻ. എന്തായിരിക്കും? ഇതിൽ ഏത് 2എണ്ണമാണ് നമുക്ക് ഡൗട്ട് വരാൻ ചാൻസ് കൂടുതൽ? ഞാൻ കൊടുത്തത് സി ആണ്. സി ആണ്. സി കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. സി കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ കാണുമ്പോൾ ബി ആണോ സി ആണോ എന്നൊരു ഡൗട്ട് വരും. എ പിന്നെ ഓക്കെ ആണ്. അത് എ എന്ന് പറയുന്നത് സ്കഫോൾഡിങ്, ആ ടേം പറഞ്ഞത് ബ്രൂണറും അതിനെ കുറിച്ച് കൊണ്ടുവന്ന വൈഗോട്സ്കിയും ആണ്. സ്കഫോൾഡിങ് ഒരു ഹെൽപ്പ് ആണ് ടീച്ചറിന്റെ. സിയും ഡിയും ആയിരുന്നു എനിക്ക് അതിൽ കൺഫ്യൂഷൻ വന്നത്. എനിക്കിത് കണ്ടപ്പോൾ ബിയും സിയും ആണ്. സ്പൈറലിംഗ് പിന്നെ ചെറിയ പോർഷനിൽ നിന്ന് വലിയ പോർഷനിലോട്ട് പോകും. ഡിഫിക്കൽട്ട് സിമ്പിൾ പോർഷനിൽ നിന്ന്
ഡിഫിക്കൽട്ട് പോർഷനിലോട്ട് പോകുന്ന ആ ഒരു മൂവ്മെന്റ് നമ്മൾ സ്പൈറലിംഗ് എന്ന് പറയുന്നു. ആദ്യം എന്താ നമ്പേഴ്സ് പഠിക്കുന്നു, പിന്നെ പയ്യെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ പാട് കൺസെപ്റ്റിലോട്ട് പോകുന്നതിനാണ് സ്പൈറലിംഗ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ഡിസ്കവറി ലേണിംഗും എൻകോഡിങ്ങും ആണ്. ഇവിടാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ ഇതെന്താ, ഈ ഒരു ഇൻഫർമേഷനെ എൻകോഡ് ചെയ്യുക, ട്രാൻസ്ഫറിങ് ഓഫ് ഇൻഫർമേഷൻ ഇൻ മെന്റൽ റെപ്രസെന്റേഷൻ. നമ്മൾ ഒരു മെസ്സേജ് കോഡ് ചെയ്യുന്നതിനനുസരിച്ച് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു, അതെന്റെ ബ്രെയിനിൽ ആദ്യം ഫ്രെയിം ചെയ്യപ്പെടുന്നുണ്ട്, ഇന്ന കാര്യമാണ് പറയേണ്ടത്. ഇതൊക്കെ മൈന്യൂട്ട് സെക്കൻഡ് നടക്കുന്നതാണ്. അത് വെച്ചിട്ടാണ് എന്ത് ലാംഗ്വേജ് വരെ പുറത്തോട്ട് വരുന്നത്. ആ ഒരു സംഭവത്തിനാണ് എന്ത് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ഇൻഫർമേഷൻ, പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഇൻഫർമേഷൻ ഇൻ മെന്റൽ റെപ്രസെന്റേഷൻ. മെന്റലി നമ്മൾ അതിനെ റെപ്രസെന്റ്, ബ്രെയിനിൽ ഒരു ഇമേജ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്, ഇന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ഒക്കെ ഇട്ട് കൊടുത്ത് അതിനെ വെച്ചിട്ട് അവർ എന്താ കണ്ടുപിടിച്ച് ഇങ്ങനെ പഠിക്കുക. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളിൽ വരുന്നതാണ് എന്ത് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. ഏകദേശം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരും. പക്ഷെ എൻകോഡിംഗ് ഒരു പ്രോസസ്സാണ്, മറ്റതൊരു ഫോം ഓഫ് ലേണിംഗ് ആണ്. ഓക്കെ. എൻകോഡിംഗ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഒരു ഐഡിയ, ഒരു തലയിൽ ഒരു ഇൻഫർമേഷൻ ഐഡിയ ഉണ്ട്, അത് നമ്മൾ മെന്റലി റെപ്രസെന്റ് ചെയ്യുന്ന, ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന, ഒരു കാര്യം പറയുന്നു, അതൊക്കെ എന്താ എൻകോഡിംഗ് ആണ്. ഓക്കെ. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ഐഡിയ ആണ്. ഇതുവരെ അധികം ഇതിൽ നിന്നൊന്നും ചോദിച്ച് കണ്ടിട്ടില്ലാത്തൊരു ചോദ്യമാണിത്. ഓക്കെ ആണോ? ഓക്കെ ആണ് മിസ്. Select the term used for describing the process where individual used to manage and adjust challenges and stress in life. ഒരു ഇൻഡിവിജ്വൽ, ഒരാള്, ഒരു വ്യക്തി അവനവന്റെ ജീവിതത്തിലുള്ള പ്രോബ്ലംസിനെ, ചലഞ്ചസിനെ ഒക്കെ എങ്ങനെ, സ്ട്രെസ്സുകളെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ആ ഒരു മാനേജിങ്. ഇവിടെ ഇപ്പൊ ഡിഫൻസ് മെക്കാനിസം ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് കൊടുക്കായിരുന്നു, അവരത് ചോദിച്ചില്ല. കോപ്പിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞു അല്ലേ? ആൻസർ എന്ത് വരും? അറിയില്ല മിസ്, ഞാൻ പറയൂ. എന്തുവാ കൊടുത്തത്? ഏതാ കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മ വരില്ല. റിപ്രഷനോ പ്രൊജക്ഷനോ ഏതോ ആണെന്ന് തോന്നുന്നു. ഓക്കെ. ഇതെന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് പ്രോസസ്സ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് കോപ്പിംഗ് മെക്കാനിസം. കോപ്പിംഗ് എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്നാണ് കോപ്പിംഗ്. ആ ഒരു മീനിങ്, ആ കോപ്പിംഗ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് അഡ്ജസ്റ്റിംഗ് എന്നുള്ള മീനിങ് ആണ്. കോപ്പ് ഐ സംഹൗ കോപ്പ് വിത്ത് ദ പേഴ്സൺ, ഞാൻ എങ്ങനെ ആളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ കോപ്പിംഗ് എന്നാണ് അതിന് പറയുന്നത്. അത് വെച്ചിട്ട് എന്താ, ഇവിടെ ഈ ഒരു അഡ്ജസ്റ്റ് കിടപ്പുണ്ടല്ലോ, ഒരു ഇൻഡിവിജ്വല് ഒരു പ്രോസസ്സാണ്. അതിനെന്താ, അവനവന്റെ ജീവിതത്തിലുള്ള സ്ട്രെസ്, ചലഞ്ച്, അതിനെയൊക്കെ മാനേജ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. നമുക്ക് അതിനെ ഏകദേശം ഡിഫൻസ് മെക്കാനിസം എന്നൊക്കെ മറ്റൊരു രീതിയിൽ പറയാം. അവോയ്ഡൻസ് മെക്കാനിസം എന്തായാലും അല്ല. പക്ഷെ റിപ്രഷനും പ്രൊഗ്രഷനും വേറെ, പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ ബ്ലെയിമിങ് അതേഴ്സ്. പ്രൊജക്ഷൻ ബ്ലെയിമിങ് കണ്ടാൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തത് എന്താണ്, അത് പ്രൊജക്ഷൻ ആണ്. പിന്നുള്ളത് എന്തുവാ, റിപ്രഷൻ എന്തുവായിരുന്നു, നമ്മുടെ മനസ്സിലെ വിഷമങ്ങളെ, അതൊരു രീതി വേണം നമുക്ക് തോന്നും. അത് ടീച്ചറിനെയും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലം വന്നു, അതിനെ ഒന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ എന്തെടുക്കും, പുതിയ കാര്യത്തിലോട്ട് മൂവ് ഓൺ ചെയ്യും. പഴയ കാര്യം മനസ്സിൽ തന്നെ താഴോട്ട് ഇങ്ങനെ താത്തും, എന്നിട്ട് പുതിയ കാര്യത്തിലോട്ട് മൂവ് ഓൺ ചെയ്യും. അതാണ് ഡിപ്രഷൻ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ വേണം നമുക്ക് അങ്ങനെയും ചിന്തിക്കാം. ഒരു ഇൻഡിവിജ്വൽ അവനവന്റെ ജീവിതത്തിലുള്ള ചലഞ്ചിനെ, സ്ട്രെസ്സിനെയൊക്കെ പയ്യെ എന്താ താത്തിയിട്ട് മുന്നോട്ട് അങ്ങനെ പോകുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താ, കോപ്പിംഗ്. ഈ അഡ്ജസ്റ്റിന്റെ ഇത് വെച്ചിട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. അഡ്ജസ്റ്റിന്റെ മീനിങ് എന്താ, കോപ്പ് ചെയ്യുക, കോപ്പപ്പ് ചെയ്യുക. അതിന്റെ വേറൊരു ടേം, അഡ്ജസ്റ്റിന്റെ വേറൊരു ടേമാണ് കോപ്പിംഗ്. അപ്പൊ ഇവിടെ ഇനി നമുക്ക് പഠിച്ചു വെക്കാൻ പുതിയൊരു കൺസെപ്റ്റ്, the process where individual used to manage and adjust to challenges and stresses in their life. അവരുടെ ലൈഫിലുള്ള സ്ട്രെസ്സും ചാലഞ്ചും ഒക്കെ വരുമ്പോൾ അതുവരെ അവർ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുവെങ്കിൽ അതിനൊരു പുതിയ പേര് കൂടി എന്താണ്, കോപ്പിംഗ് മെക്കാനിസം. അഡ്ജസ്റ്റ് മെക്കാനിസം, കോപ്പിംഗ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ് മെക്കാനിസം. ഓക്കെ. കോപ്പിംഗ് മെക്കാനിസം ആൻസർ. റിപ്രഷൻ നമുക്ക് തോന്നും, അതൊരു തെറ്റല്ല, അങ്ങനെ തോന്നിയേക്കാം. നമ്മൾ എങ്ങനെയെങ്കിലും മൂവ് ഓൺ ചെയ്യുന്നത് ഒരു മുന്നോട്ടുള്ളൊരു പോക്കാണ്. ശരിയാണ്. നമ്മളിപ്പം നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചു, പക്ഷെ എന്നും അത് ഓർത്ത് വിഷമിച്ചിരിക്കാൻ പറ്റില്ലല്ലോ, മുന്നോട്ട് പോയല്ലേ പറ്റൂ. അപ്പൊ അതും എന്താണ്, അതൊരു അഡ്ജസ്റ്റിംഗ് മെക്കാനിസം തന്നെയാണ്. പക്ഷെ ഇവര് ഒരു ഓവറോൾ നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിന്റെ വേറൊരു പേരായിട്ട് ഇവർ കൊടുത്തിരിക്കുകയാണ് എന്ത്, കോപ്പിംഗ് മെക്കാനിസം, അഡ്ജസ്റ്റ് മെക്കാനിസം എന്നുള്ള രീതി. അഡ്ജസ്റ്റിന് പകരം അവരവിടെ കോപ്പിംഗ് കൊണ്ടിട്ടേ അതിന്റെ മീനിങ്, വേറൊരു മീനിങ് ഉള്ള ഒരു വാക്ക് നമുക്ക് ടഫാക്കാം. അപ്പൊ അതൊന്ന് എഴുതി വെച്ചേക്കെ എവിടെങ്കിലും, ഇനി വന്നാൽ നമ്മൾ വിട്ടുകൊടുക്കരുത്. ഓക്കെ, നെക്സ്റ്റ് പോ.
വാട്ട് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഷുഡ് ടീച്ചേഴ്സ് പോസസ് ഇൻ ഇവാലുവേഷൻ ആൻഡ് അസസ്മെന്റ്? ഇത് അത്യാവശ്യം സിമ്പിൾ ആയിരുന്നായിരിക്കുമല്ലോ. ഏതായിരിക്കും? Make subjective and assessment in favor of some students, make objective and fair assessment, ignore students' personal needs and preference, prioritize academics then other achievements. ഏതായിരിക്കും? ടീച്ചർ ഉണ്ടോ ടീച്ചറെ? ഉണ്ട്, ഞാൻ വായിക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. അത് സബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്റെ ഇഷ്ടങ്ങൾക്ക്, ഇപ്പൊ ഞാൻ എന്ന വ്യക്തി ഇഷ്ടപ്പെടുന്ന ചില ഇഷ്ടങ്ങൾ കാണുള്ളൂ, അത് ബേസ് ചെയ്ത് എനിക്ക് ചില കുട്ടികളോട് ഇച്ചിരി കൂടുതൽ ഇഷ്ടമാണ്. അപ്പൊ അത് വെച്ചങ്ങ് അസസ് ചെയ്താ ഇന്ന പോലെ ഇവൻ കൊള്ളാം, ഇവൻ നല്ല, എനിക്ക് ഇവനെ ഇഷ്ടം, അപ്പൊ ഇവൻ ഇച്ചിരി മാർക്ക് കൂടുതൽ. ഓക്കെ. ബി എന്ന് പറഞ്ഞത് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ അങ്ങനെ ആരോടും ഒരു ചായ്വൊന്നുമില്ല, എന്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല, എനിക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്, അത് ബേസ് ചെയ്ത് ഒബ്ജക്റ്റീവായിട്ട് അസസ് ചെയ്യുന്നു. ഫെയർ എന്ന് വെച്ചാൽ എന്തുവാ, ന്യായത്തിന്റെ രീതി, അങ്ങനെ അസസ് ചെയ്യുന്നു. പിന്നെ സ്റ്റുഡന്റിന്റെ പേഴ്സണൽ നീഡും പ്രിഫറൻസും ഞാൻ ഇഗ്നോർ ചെയ്യുന്നു, വേണ്ടാന്ന് വെച്ചാൽ അത് അവിടെ പറയുന്നത് ഇപ്പം ചില കുട്ടികൾക്ക് അവരുടെ ചില ബുദ്ധിമുട്ടുകൾ കാണാം, അത് നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കി വേണം അത് ചെയ്യാൻ. ഇപ്പം എന്തെങ്കിലും സ്പെഷ്യൽ നീഡ്സ് ആയിട്ടുള്ള കുട്ടികൾ, അപ്പൊ അവർക്ക് ആ ഒരു പ്രിഫറൻസ്, ഇപ്പൊ നമുക്ക് തന്നെ സ്ക്രൈബ് വെച്ചൊക്കെ പരീക്ഷ എഴുതുന്നുണ്ട്, എന്തുകൊണ്ടാണ് അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ എന്താ അസസ് ചെയ്യുന്നതാണോ, അതില്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്ത് അതൊന്ന് ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞ ചില കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നതാണോ, അല്ലെ പ്രയോറിറ്റൈസ് അക്കാഡമിക്സ്, ഇല്ലെ ഇപ്പൊ അസസ് ചെയ്യുമ്പോൾ, അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ കുറെ കാര്യങ്ങൾ അല്ലെ, നമ്മളിപ്പോ അല്ലെങ്കിൽ CC ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പം അതിനെ എന്താണ് നമ്മൾ നോക്കേണ്ടത്, അവിടെ നമ്മൾ ഈ അക്കാഡമിക്സ് മാത്രം നോക്കുന്നു, വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻ കറക്റ്റ് വരുന്നത്? ഡി ആണ് പറയുന്നത്, അക്കാഡമിക്സ് മാത്രം നോക്കിയാൽ മതി. സ്പോർട്സിൽ ഇച്ചിരി മികവുറ്റ കുട്ടിയാണ് കൊടുത്തത്. ഏതാണ്? ഡി ആണ് ആൻസർ ആയി ചെയ്തത്, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഓപ്ഷൻ ഡി അവിടെ തെറ്റാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. ഡി എന്ന് പറഞ്ഞിരിക്കുന്ന അക്കാഡമിക്സ് മാത്രം. നമ്മളിപ്പോ എന്തോ ഫോളോ ചെയ്യുന്നത്? CC ആണ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. ഈ CCയിൽ എടുത്തു പറയുന്നുണ്ട് എന്ത്, എല്ലാം നോക്കും നമ്മൾ കുട്ടികളുടെ, അവരുടെ പഠനം മാത്രമല്ല അവരുടെ എല്ലാ കഴിവുകളെയും ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ നമുക്ക് ഒരിക്കലും അക്കാഡമിക്സിന് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു കുട്ടി, ഇപ്പൊ അതുകൊണ്ടല്ലേ നമ്മൾ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത് 10ാം ക്ലാസ്സിൽ, എന്തുവാ +2ലും ഒക്കെ. കാര്യം ഇപ്പൊ അവന് ഇച്ചിരി പഠിത്തത്തിൽ മോശമാണെങ്കിൽ അവൻ അവിടെ അതേ സമയം പോയി പാട്ട് പാടുന്നുണ്ട്, അല്ലെങ്കിൽ അതേ സമയം പോയി വേറെ ഒരു കാര്യത്തിൽ കലയ്ക്ക് നമ്മൾ മുൻതൂക്കം കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു ഡി നമുക്ക് ആൻസർ എടുക്കാൻ പറ്റത്തില്ല. ഏറ്റവും എത്തിക്കൽ ആയിട്ടുള്ള ഫോം വെച്ചാൽ അക്കാഡമിക്സിന് മാത്രം ഈ കാലത്ത് നമുക്ക് എന്താ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്താ പറയുക, ഇവിടെ പറഞ്ഞേക്കുന്ന ഇഗ്നോർ സ്റ്റുഡൻസ് പേഴ്സൺ, ഒരു വയ്യാത്തൊരു കുഞ്ഞ്, ഇല്ലെങ്കിൽ അതിന്റെ കുഴപ്പമല്ലല്ലോ ഫിസിക്കൽ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ളത്, അപ്പൊ അതിന്റെ ആ ഒരു ഇത് മനസ്സിലാക്കി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ് എന്നും പറഞ്ഞ് അതിന് ചിലപ്പം എന്താ പറഞ്ഞ കയ്യിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും, എന്നിട്ട് അത് എങ്ങനെയെങ്കിലും എഴുതി തരുന്നുണ്ടെങ്കിൽ അത് കണക്കാക്കേണ്ട ഒരു ടീച്ചറിന്റെ കടമയാണ്. പിന്നെ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ്? മേക്ക് ഒബ്ജക്റ്റീവ് ആൻഡ് ഫെയർ അസസ്മെന്റ്. ഒബ്ജക്റ്റീവ് എന്നൊരു വാക്ക് കണ്ടാൽ നമുക്ക് എപ്പോഴും അതിന് മുന്നോട്ട് പോകാം. ഓക്കെ, കാര്യം ഒബ്ജക്റ്റീവ് എന്ന വാക്കിൽ എന്താ, ഒരു പക്ഷത്തിനോടും ഒരു രീതിയിലുള്ള ഇതും കാണിക്കുന്നില്ല, ഒരു രീതിയിലുള്ള ഒരു ചായ്വും കാണിക്കുന്നില്ല. ഇപ്പൊ തോന്നിക്കോ, എനിക്കൊരു എന്റെ ബന്ധുവായിരിക്കും ഒരു കുട്ടി, പക്ഷെ എന്നും പറഞ്ഞാൽ അവളെ ഞാൻ ഒരിക്കലും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മാർക്ക് നോക്കുമ്പോൾ അത് ചിന്തിക്കരുത്, ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഇവരെല്ലാം എനിക്ക് ഒരുപോലെ തന്നെ. ഞാൻ കുറച്ച് ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ 5 മാർക്ക് കിട്ടിയ A ഗ്രേഡ് കൊടുക്കും, ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ 5 മാർക്കിനുള്ള എഴുതിയിട്ടുണ്ടെങ്കിൽ 5 മാർക്കും കൊടുത്ത് A ഗ്രേഡ്. അതിപ്പോ ആരാണ്? അപ്പൊ ഒബ്ജക്റ്റീവ്, ഫെയർ, ഇവിടെ ഈ 2 വാക്കിനും നല്ല അർത്ഥങ്ങളാണല്ലോ. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഏതാണ്? ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ടുള്ളത്. മറ്റേത് സബ്ജക്റ്റീവ് ഒരു നല്ല ക്വാളിറ്റി അല്ല. ഒരു പ്രത്യേകിച്ച് ഇവാലുവേഷൻ വരുമ്പോൾ സബ്ജക്റ്റീവ് ഒരു നല്ല ക്വാളിറ്റിയേ അല്ല. കാര്യം എന്താ വെച്ചാൽ സബ്ജക്റ്റീവ് ആകുമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ എന്റെ ബന്ധു ആയതുകൊണ്ട് 2 മാർക്ക് കിട്ടും, ഇല്ലെങ്കിൽ ഈ കുട്ടി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ്. അപ്പം എവിടെ ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലും ഒബ്ജക്റ്റീവ് എന്നൊരു വാക്ക് കണ്ടാൽ അതെന്താണ്, ഒരു പോസിറ്റീവ് സെൻസ് ഉള്ള വാക്ക്. അപ്പം അങ്ങനത്തെ ഓപ്ഷനൊക്കെ ക്ലിക്ക് ചെയ്യാനുള്ള അത് ബബിൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ ഇനി മുതൽ കാണിക്കണം. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ അതിനർത്ഥം എവിടോട്ടും ചായവില്ല, ഒന്നിനോടും ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ നമുക്ക് ചില ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ഫെയർ എന്ന് വെച്ചാൽ ന്യായമായതും. ഒബ്ജക്റ്റീവിന്റെ കറക്റ്റ് ഒരു മലയാളം ടേം എനിക്ക് അറിയത്തില്ല, എന്ന് വെച്ചാൽ എന്താ പറയുക, ഒന്നിനോടൊരു ചായവില്ലാത്ത രീതിയിലുള്ള ഒരു ഇവാലുവേഷൻ അസസ്മെന്റ് ആണ് ഏറ്റവും
ഒരു ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി, ഏറ്റവും എത്തിക്കൽ ആയിട്ടുള്ള ഇവാലുവേഷൻ അസസ്മെന്റ് വേ എന്ന് പറയുന്ന ഒരു ടീച്ചർ എടുക്കേണ്ട ഏതാണ്? മേക്ക് ഒബ്ജക്റ്റീവ് ആൻഡ് ഫെയർ അസസ്മെന്റ്. ഇനി ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ വാക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമുക്കൊന്ന് ബബിൾ ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻ നല്ലോണം നോക്കണം. നോട്ടാണോ എന്തുവാ എഴുതിയേക്കുന്നത് നോക്കിയിട്ട് ഈ ഒബ്ജക്റ്റീവ്, ഫെയർ ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആൻസർ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം ഒബ്ജക്റ്റീവ് ആകുക, ഒരു ടീച്ചർ ഒബ്ജക്റ്റീവ് ആകുക അല്ലെങ്കിൽ ഒരു റിസർച്ച് ഒബ്ജക്റ്റീവ് ആകുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു നല്ല ക്വാളിറ്റിയാണ്. അത് ഇനി മുതൽ ഒന്ന് ശ്രദ്ധയിൽ വെച്ചേക്ക് കേട്ടോ. ഈ പ്രയോറിറ്റൈസ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ ഒരു പ്രാതിമുഖ്യം കൊടുക്കും. എന്തിന്? അക്കാഡമിക്സിന് അല്ല. നമ്മൾ അക്കാഡമിക്സ് മാത്രമല്ല സ്പോർട്സിനും അതുപോലെ തന്നെ ആർട്സിനും ഒക്കെ ഇപ്പം ഒരേപോലെ ഒരു മുൻതൂക്കം കൊടുത്തു വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതിന്റെ ആൻസർ മേക്ക് ഒബ്ജക്റ്റീവ് ആൻഡ് ഫെയർ അസസ്മെന്റ്. അതാണ് ഒരു ടീച്ചർ അസസ്മെന്റിൽ ഇവാലുവേഷനും കാണിക്കേണ്ട ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ് മിസ്, ക്ലിയർ ആണ്. ഇനിയിപ്പോ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഒബ്ജക്റ്റീവ് ഫെയർ ഒക്കെ കാണുവാണെങ്കിൽ അതിലോട്ട് ബബിൾ ചെയ്യാനുള്ള ടെൻഡൻസി നമ്മൾ കൂടുതൽ കാണിക്കണം കേട്ടോ. ഓക്കെ. ഇതും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെ കാണാത്ത ബയോളജി ഒക്കെ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണിത്. സെലക്ട് ദ ബ്രെയിൻ റീജിയൻ ക്രൂഷ്യൽ ഫോർ ഇമോഷണൽ പ്രോസസ്സിംഗ് ദാറ്റ് ഗോസ് സിഗ്നിഫിക്കൻറ്റ് ഡ്യൂറിങ് അഡോലസൻസ്. അഡോലസൻസ് പീരീഡിൽ ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെവലപ്മെന്റ്, സാധാരണ ഈ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ ചൈൽഡ് ഡെവലപ്മെന്റ് ഏരിയ, മറ്റേ നമ്മൾ കാറ്റഗറി 2 ഏരിയയിലൊക്കെയാണ് ഈ പോർഷൻ ഒക്കെ കാണുന്നത്. ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ കുഞ്ഞുങ്ങളിലാണ് കൂടുതലും ചോദിച്ചിട്ടുള്ള. പക്ഷെ ഈ പ്രാവശ്യം വ്യത്യസ്തമായിട്ട് അവര് അഡോലസൻസിന്റെ ഏത് റീജിയനാണ് ഇമോഷണൽ ചേഞ്ച്. അഡോലസൻസ് ആകുമ്പോൾ ഫിസിക്കൽ ചേഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ കുറെ ഇമോഷണൽ ചേഞ്ച് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അത് ബ്രെയിനിന്റെ ഏത് റീജിയനിലാണ് സംഭവിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് എന്ന് അവർ ചോദിച്ചു. ഇമോഷണൽ പ്രോസസ്സിങ് കുറെ ടെൻഷൻ വരുന്നു, ഫ്രണ്ട്സിനോട് സ്നേഹം വരുന്നു, ദേഷ്യം വരുന്നു, അങ്ങനെ കുറെ ഇമോഷണൽ ചേഞ്ചസ് ഒക്കെ അഡോലസൻസിൽ ഉണ്ടാകാറുണ്ട്. അപ്പം അത് ബ്രെയിനിന്റെ ഏത് റീജിയനിലാണ് ഈ ഇമോഷണൽ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് എഴുതിയത്? ഇതൊരു പുതിയ ചോദ്യമാണ്. ഞാൻ സി ആണ് കൊടുത്തത്, കറക്കി കുത്തിയത്. പക്ഷെ അത് കറക്റ്റ് ആണ്, കറക്കി കുത്തിയത് എന്തായാലും കറക്റ്റ് ആണ്. അമിഗ്ഡാലയാണ്. പക്ഷെ എന്തായാലും തോറ്റു മിസ്. 79 മാർക്കേ ഉള്ളൂ. വന്നോ അതിന്? അല്ല, ഞങ്ങള് ആൻസർ കീ നോക്കിയല്ലോ. ഇല്ല, ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടല്ലോ, ആ യൂണീക്കും അൺഫെമിലിയറും ഒക്കെ. അത് ഇങ്ങനെ വന്നാൽ ഞാന് ആദ്യം മറ്റേ യൂട്യൂബിലെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആൻസർ കീ നോക്കിയപ്പോ എനിക്ക് സൈക്കോളജി 20 ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മുടെ നമുക്ക് ക്ലാസ്സിൽ സംസാരിക്കാം. ഓക്കെ, പിന്നെ സംസാരിക്കാം. ശരി. അപ്പൊ എന്തായാലും ഇതിന്റെ ആൻസർ കറക്റ്റ് ആണ്. ഇത് അമിഗ്ഡാലയാണ്. ഇത് നമുക്കൊരു പുതിയ നോളജ് ആണ്. ബ്രെയിൻ റീജിയൻ ക്രൂഷ്യൽ ഫോർ ഇമോഷണൽ പ്രോസസ്സിംഗ്. അപ്പൊ ഇമോഷണൽ ഡെവലപ്മെന്റിലെ ഇമോഷണലിൽ കുറെ കാര്യങ്ങൾ പ്രോസസ് ആകുന്ന, ദേഷ്യം വരുന്നു, പിന്നെ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ, അങ്ങനെ കുറെ പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുമല്ലോ അഡോലസൻസിൽ. ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള ഒരു ബ്രെയിൻ റീജിയൻ ഏതാണ്? അമിഗ്ഡാലയാണ് കേട്ടോ. അമിഗ്ഡാലയാണ് അഡോലസൻസിലുള്ള ഇമോഷണൽ പ്രോസസ്സിങ്ങിന്റെ ഒരു മെയിൻ റീജിയൻ, അമിഗ്ഡാല. How can a teacher leader could enhance a positive culture in students in school? സ്കൂളിൽ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒരു ടീച്ചറിന് ലീഡർ ആയിട്ട് എങ്ങനെ ഫോം ചെയ്യാൻ പറ്റും, സ്കൂളിൽ എങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും? ബൈ പ്രൊമോട്ടിങ് കോമ്പറ്റീഷൻ അമോങ് സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് ഒരു കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റി ഉണർത്തുന്ന വഴി ടീച്ചർ ഒരു നല്ല ലീഡറായി, ലീഡർ ക്വാളിറ്റി ഇല്ലെങ്കിൽ കുട്ടികളിലും അത് ടീച്ചറിന്റെ ആ ഒരു ലീഡർ ക്വാളിറ്റിയും കാണിക്കാൻ പറ്റുമോ? പിന്നെ ഇഗ്നോറിങ് ഇമ്പാക്ട് ഓഫ് ടീച്ചർ ലേണിംഗ് ഇൻ സ്റ്റുഡന്റ് ലേണിംഗ് എന്ന് വെച്ചാൽ ടീച്ചർ പഠിപ്പിക്കുന്നു, അത് സ്റ്റുഡന്റിന് എങ്ങനെ അത് ഗുണം ചെയ്യുന്ന മോശം ചെയ്യുന്ന അതൊന്നും ചിന്തിക്കണ്ട, ജസ്റ്റ് പഠിപ്പിച്ചു പോകണം. അതാണ് ബി പറഞ്ഞേക്കുന്നത്. ഇഗ്നോർ ചെയ്യുക, അവർക്ക് എന്തോ ഇമ്പാക്ട് എന്നൊന്നും ശ്രദ്ധിക്കണ്ട, നമ്മൾ അങ്ങ് പഠിപ്പിച്ചു പോവുക. അതാണ് ബി പറഞ്ഞേക്കുന്നത്. സിയിൽ എന്താ? ഐസൊലേറ്റ് ലോ അച്ചീവേഴ്സ് ഫ്രം കോമൺ ലോ ഇവന്റ് എന്ന് വെച്ചാൽ കോമൺ ഇവന്റുകൾ, നമ്മൾ സാധാരണ മത്സരങ്ങളോ എന്തെങ്കിലും അധികം അച്ചീവ് ചെയ്യാത്തവരിപ്പം എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ വരെ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല, നിങ്ങളൊന്നും ചെയ്യാൻ അവിടെ മാറുന്നില്ല എന്നും പറഞ്ഞ് ഐസൊലേറ്റ് ചെയ്യുന്നതാണ് ഓപ്ഷൻ സി. ഡി എന്താ? ബൈ മോഡലിങ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ്. ടീച്ചർ തന്നെ എന്തെടുക്കുക, ടീച്ചറും സ്കൂളിലായിരിക്കുമ്പോൾ നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, നല്ല ബിഹേവിയർ ആണ്. അപ്പം ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഒരു ടീച്ചറിന്
ഹൗ ക്യാൻ എ ടീച്ചർ ലീഡർ കൂടെ എൻഹാൻസ്? ടീച്ചർ ഒരു ലീഡർ നമ്മൾ ടീച്ചറിന്റെ കുറെ റോൾസ് ഉണ്ടല്ലോ, മെന്റർ ആണ്, സ്കഫോൾഡർ ആണ്, ലീഡർ ആണ് അല്ലെ. അപ്പൊ ഒരു ടീച്ചർ ലീഡറായി നിൽക്കുമ്പോൾ എങ്ങനെ സ്കൂളിൽ ഒരു പോസിറ്റീവ് കൾച്ചർ കൊണ്ടുവരാൻ പറ്റും ടീച്ചറിന്? ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? കുട്ടികളുടെ ഇടയിൽ കോമ്പറ്റീഷൻ കൊണ്ടുവന്നാണോ പോസിറ്റീവ് ആയിട്ടുള്ള കൾച്ചർ കൊണ്ടുവരുന്നത്? അതോ അവരുടെ പഠനം ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ പഠിപ്പിക്കും, പഠിക്കട്ടെ ആ ഒരു രീതിയിലാണോ? അതോ സി എന്ന് പറയുന്നത് എന്താ, ഇച്ചിരി പഠിക്കാൻ മോശമുള്ളവരെ മത്സരത്തിലൊന്നും ചെയ്ത് അങ്ങോട്ട് മാറുന്നില്ലെന്നും പറഞ്ഞ് ദൂരോട്ട് നിർത്തുന്നതാണോ? അതോ നാലാമത്തെ ഓപ്ഷൻ എന്താ, ഡി ആയിട്ടുള്ള ഓപ്ഷൻ എന്താ, നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ടീച്ചർ തന്നെ സ്കൂളിൽ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കുട്ടികളിൽ പോസിറ്റീവ് കൾച്ചർ കൊണ്ടുവരാൻ പറ്റുമോ? ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. നമ്മൾ തന്നെ മോഡൽ ചെയ്ത അവരും എന്തെടുക്കും, പോസിറ്റീവായിട്ട് ബിഹേവ്. നമ്മൾ ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്, അങ്ങോട്ട് റെസ്പെക്ട് കൊടുത്താൽ ഇങ്ങോട്ടും റെസ്പെക്ട് കിട്ടും. ആ ഒരു രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ നിന്നാൽ അവർ നല്ല രീതിയിൽ, കാരണം മൊത്തത്തിൽ സ്കൂൾ തന്നെ എന്താവും, ഒരു പോസിറ്റീവ് കൾച്ചർ ആകും. ഓക്കെ, അപ്പൊ ബൈ മോഡലിംഗ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ എ ടീച്ചർ ക്യാൻ എൻഹാൻസ് പോസിറ്റീവ് കൾച്ചർ ഇൻ സ്കൂൾ. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് മുന്നോട്ട് പോവാം. പോവാലോ അല്ലെ? പോവാണേ, ടൈം കളയുന്നില്ല. വിച്ച് ഈസ് പ്രൈമറി അച്ചീവ്മെന്റ് ഓഫ് സെൻസറി മോട്ടോർ സ്റ്റേജ്? ഇത് നമുക്ക് ആശ്വാസം തരുന്ന ഒരു ചോദ്യമാണ്. ഉത്തരം പറയൂ പ്ലീസ്. ഓപ്ഷൻ എ. ഒബ്ജക്റ്റീവ് പെർമനൻസ് അല്ലേ? ഇതുപോലത്തെ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഒബ്ജക്റ്റീവ് പെർമനൻസ് ആണ് നമ്മുടെ ആരുടെ ഇത് ആരുടെയാണ്? സെൻസറി മോട്ടോർ സ്റ്റേജില് ജീൻ പിയാഷയുടെ സ്റ്റേജസിലാണ്. അതെ, ജീൻ പിയാഷയുടെ സെൻസറി മോട്ടോർ സ്റ്റേജ് വരുന്ന ഒരു ആക്ടിവിറ്റിയിൽ ആ ഒരു പ്രൈമറി അച്ചീവ്മെന്റ് ആണെന്ന് ഒബ്ജക്റ്റീവ് പെർമനൻസ്. ഒബ്ജക്റ്റീവ് പെർമനൻസ് എന്താണ്? ആ ഒരു കുട്ടിക്ക് ഒരു വസ്തു അവിടെ അതിന്റെ ആബ്സെൻസ് പോലും അത് അവിടെ ഉണ്ട് എന്നുള്ളൊരു ഐഡന്റിഫിക്കേഷൻ. ഇപ്പൊ ഒരു മൊബൈൽ എടുത്ത് ഒളിപ്പിച്ച് വെച്ചാൽ സത്യത്തിൽ അതിന്റെ ഷേപ്പ് വെച്ചിട്ട് അത് അവിടെ ഉണ്ട് എന്ന കുട്ടി ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് എന്ത്, ഒബ്ജക്റ്റീവ് പെർമനൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ, ഇപ്പൊ അച്ഛൻ ജോലിക്ക് പോയി, എന്നാലും ഇപ്പൊ ജോലിക്ക് പോയിട്ട് വരും എന്ന് മനസ്സിലാക്കുന്ന ഒരു പർട്ടിക്കുലർ ഏജ്, സത്യത്തിൽ അച്ഛനുണ്ട്, ജസ്റ്റ് എവിടെയോ ജസ്റ്റ് പോയിരിക്കുവാണ് എന്നൊരു ഇതേ ഉള്ളൂ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് പെർമനൻസ്. ആ ഒരു ഒബ്ജക്റ്റ് പെർമനന്റ് ആയിട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു സ്റ്റേജ് ആണ് എന്ത്, സെൻസറി മോട്ടോർ സ്റ്റേജ് ഓഫ് പിയാഷെസ് cognitive development. According to David Ausubel's theory, the process of connecting new information to existing cognitive structure is ഏതായിരിക്കും? ഓപ്ഷൻ എ. വെരി ഗുഡ്, ഓപ്ഷൻ എ, സബ്സംഷൻ തിയറി. നമ്മുടെ ഇത് ഏതാണ് തിയറി? അഡ്വാൻസ് ഓർഗനൈസർ തിയറി ആണ്. ഇവിടെ നമ്മൾ എന്തെടുക്കും, പണ്ട് പഠിച്ച കാര്യങ്ങള് ഇതുമായിട്ട് പുതിയതുമായിട്ട് കണക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ എന്താണ്, നൗൺ പഠിച്ചാൽ അഡ്ജക്റ്റീവ് പഠിക്കാൻ എളുപ്പമാണ്. നൗൺ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തെടുക്കും, അഡ്ജക്റ്റീവ് മനസ്സിലാവും. അപ്പൊ നൗണിനെയും അഡ്ജക്റ്റീവിനെയും കണക്ട് ചെയ്യുന്നു. ഓക്കെ, അത് രണ്ടിനെ കണക്ട് ചെയ്യുന്നു. ആ ഒരു കണക്റ്റിനെയാണ് എന്ത്, ലിങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അതിന്റെ വേറൊരു പേരാണ് എന്ത്, സബ്സംഷൻ. ഓക്കെ, ആ ഒരു തിയറിയുടെ തന്നെ വേറൊരു പേര്, അഡ്വാൻസ് ഓർഗനൈസർ തിയറിയുടെ വേറൊരു പേരാണ് സബ്സംഷൻ തിയറി. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് എന്ത് വരും, സബ്സംഷൻ. ഓക്കെ, ആ ലിങ്കിനെയാണ് ഇതെന്ന് പറയുന്നത് സബ്സംഷൻ എന്ന് പറയുന്നത്. ഇൻ ദ തിയറി ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ്, ആരുടെയാണ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ്? എറിക് എറിക്സന്റെ ആണ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ്. ദ സെൻട്രൽ കോൺഫ്ലിക്ട് ഡ്യൂറിംഗ് സ്റ്റേജ് ഓഫ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ഈസ്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി നമ്മുടെ എത്രാമത്തെ സ്റ്റേജ് ആയിട്ട് വരും? നമ്മുടെ അഡോലസൻസിന് തൊട്ട് മുന്നത്തെ സ്റ്റേജ്. ഓക്കെ, നാലാമത്തെ സ്റ്റേജ് ആയിട്ട് വരും ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. അത് എന്തിനെയാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്? അതിന്റെ ആ ടൈമുള്ള പ്രോബ്ലം എന്തൊക്കെയാണ്? എക്സ്പ്ലോറിംഗ് ആൻഡ് ടേക്കിംഗ് അപ്പ് റെസ്പോൺസിബിലിറ്റി ആണോ? അച്ചീവിംഗ് എ സെൻസ് ഓഫ് ഐഡന്റിറ്റി ആണോ? അച്ചീവിംഗ് ഇന്റിമസി ഇൻ റിലേഷൻ ആണോ? അച്ചീവിംഗ് കോമ്പറ്റൻസ് ആൻഡ് മാസ്റ്ററിംഗ് സ്കില്ലാണോ? അയ്യോ, നമ്മളിത് ക്ലാസ്സിൽ എവിടെയോ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ ഇതിനു മുന്നേ കേട്ടിട്ടിനൊക്കെ മുന്നേ നടത്തിയിട്ടുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഏതായിട്ട് വരും ആൻസർ? എ ആണോ? എ ഓർ ഡി? ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ഈ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് വെച്ചാൽ അവർ ആ അഡോലസൻസിന് തൊട്ട് മുന്നേ ഉള്ള പ്രായം, ആ ഒരു ഇതിൽ നമ്മൾ ഫ്രോയിഡിന്റെ സെക്ഷൽ ഡെവലപ്മെന്റ് ആ ഒരു സ്റ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ലാറ്റൻ സ്റ്റേജ്, വലിയ സെക്ഷൽ ഡെവലപ്മെന്റ് ഒന്നും അധികമായി നടക്കാത്തൊരു സ്റ്റേജ്. ആ ഒരു ടൈമിൽ
ഇവർ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കോമ്പറ്റൻസ് മാസ്റ്ററിങ് സ്കില്ലും കൂടും. ഞാൻ അവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, ഈ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ കുട്ടികൾ എന്തെടുക്കും, ഈ ഒരു ഏജിലാണ് സൈക്കിൾ ചവിട്ടാനൊക്കെ പഠിക്കുന്നത്. പക്ഷെ അവർക്ക് ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, അല്ലെ സൊസൈറ്റി ആയിട്ട് നല്ലോണം മിങ്കിൾ ചെയ്യാനൊക്കെ അവർ കൂടും. ഇപ്പൊ കൂട്ടുകാരാണല്ലോ, അവരെല്ലാം കൂടെ എന്തെടുക്കും, അവര് ആ ഒരു ടൈമിൽ അവർക്ക് അങ്ങനെ ഒരു സെക്ഷൽ ഫീലിങ്സ് ഒന്നും വലിയതായിട്ട് വരില്ല. അതിന് പകരം അവർക്ക് എന്താ പറയുക, ഈ കളിക്കാനും പുതിയ ഇപ്പൊ ചൂണ്ടയിടാൻ പോകുന്നു, ഏറ്റവും സ്പീഡ്, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുമ്പോൾ അവനെക്കാളും സ്പീഡിൽ ചവിട്ടണം, ഓക്കെ, അങ്ങനെ, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ തൊത്തി ചവിട്ടണം, കാല് പൊക്കി ചവിട്ടണം, ആ ഒരു രീതിയിലൊക്കെ ഉള്ളൊരു ഫീലിങ്സ് ഒക്കെ കൂടും. അതിന്റെ ഇടയിൽ തന്നെ എന്താ, അവർ പുതിയ പുതിയ സ്കില്ലുകളിൽ മാസ്റ്റർ ആകുകയാണ്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവർക്ക് ഇഷ്ടം കൂടും. അതേപോലെ തന്നെ സൊസൈറ്റി ഇപ്പൊ ഒരു സദ്യയൊക്കെ വരുമ്പോൾ അവരിങ്ങനെ ഇങ്ങോട്ട് വരും, ഞാൻ വെള്ളം വിളമ്പാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് അഡോളസൻസിലോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ ഇമാജിനറി ഓഡിയൻസിന്റെ പ്രശ്നങ്ങളും ചെറിയ ചെറിയ നാണക്കേടും വിഷയങ്ങളും ഒക്കെ വരും. പക്ഷെ ഈ ഏജിൽ അതൊന്നും കാണത്തില്ല. നേരെ മറിച്ച് അവർക്ക് ഓരോന്ന് ചെയ്യാനുള്ള ഒരു ഇഷ്ടം കൂടാനാണ് ചാൻസ്. അപ്പൊ അതാണ് എന്ത്, ഇൻഡസ്ട്രി എന്താ, സൊസൈറ്റി. ആ സൊസൈറ്റി ആയിട്ട് ഡീൽ ചെയ്യാൻ അതുപോലെ ഇൻഫീരിയോറിറ്റിയും വരും. ഇൻഫീരിയോറിറ്റി വരുമ്പോൾ ഇവൻ എന്നെക്കാളും ഇച്ചിരി സ്പീഡിൽ ചവിട്ടുന്നുണ്ട്, എനിക്കൊന്നും അത്രയും പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗും വരും. ഇത് രണ്ടും വരും. അപ്പൊ അവിടെ എന്താ, ഒരു കോമ്പറ്റൻസ് നമുക്കുള്ള സ്കില്ലിനെ വീണ്ടും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്താ കോമ്പറ്റൻസ് എന്ന് പറയുന്നത്. കോമ്പറ്റൻസ് അതുപോലെ ഓരോ സ്കില്ല് എന്തെടുക്കും, മാസ്റ്റർ ചെയ്തോണ്ടേ ഇരിക്കും. ഓരോ സ്കില്ല് മാസ്റ്റർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. നമ്മുടെ അഡോളസൻസിന് തൊട്ട് മുന്നേ ഉള്ളൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സ് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉള്ള കുട്ടികളുടെ ആ ഒരു ടെൻഡൻസി, അവർക്ക് ഓരോന്ന് പഠിക്കാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ അവര് ഓരോ പുത്തൻ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു ഏജ് ഈ ഒരു ഏജാണ്. ഓക്കെ, ഞാൻ ഈ സൈക്കിൾ ചവിട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞതാണെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ അവർ മാസ്റ്ററിങ്, ഓരോ സ്കില്ലുകളിൽ മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നീന്താൻ പഠിക്കുക, അത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഏജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഒക്കെ കുറച്ചുകൂടെ വലുതാകുമ്പോഴാണ്, ഈ അഡോലസൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് വരുമ്പോഴാണ് നമുക്ക് അതൊക്കെ എക്സ്പ്ലോറിങ് ആൻഡ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. പിന്നെ സെൻസ് ഓഫ് ഐഡന്റിറ്റി നമ്മുടെ അഡോലസൻസിന്റെയാണ്. അച്ചീവിങ് ഇന്റിമസി ഇൻ റിലേഷൻഷിപ്സ് അതും കുറച്ച് മുന്നേ ഉള്ള ഏജ് ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് അച്ചീവിങ് കോമ്പറ്റൻസ് ആൻഡ് മാസ്റ്ററിങ് സ്കിൽ, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഓക്കെ, according to Gestalt theory, the concept of closure ഏതായിരിക്കും, പറയൂ, ഏതാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്നത്? നമ്മുടെ ജസ്റ്റോൾട്ട് തിയറിയിൽ കുറെ ലോ ഉണ്ട്, ഒരു PPT ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഓപ്ഷൻ സി. വെരി ഗുഡ്, ഓപ്ഷൻ സി ആണ് എന്ത്, ക്ലോഷർ എന്ന് പറയുന്നത്. ഫില്ലിംഗ് ദ മിസ്സിംഗ് പാർട്ട്. ഒരു ഏതെങ്കിലും ഒരു ബോക്സ് തന്നിട്ടില്ല, കുറെ കുത്തുകൾ കൊണ്ട് നമ്മൾ എന്തെടുത്തു, ഒരു സ്ക്വയർ ഉണ്ടാക്കി. പക്ഷെ ആ സ്ക്വയറിന്റെ ഒരു മൂലയിൽ എന്തെടുത്തു, ഒരു കുത്തില് 1-2 കുത്തുകൾ ഇട്ടില്ല, അത് ബ്ലാങ്ക് ആയി കിടക്കുന്നു. അപ്പൊ എന്തെടുക്കണം, അത് ക്ലോസ് ചെയ്യുമ്പോഴേ എന്തെടുക്കും, അതൊരു കംപ്ലീറ്റ് ഫോം ആകും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. ഒന്ന് പസിലിനകത്ത് തുറന്നു വെക്കണം, അതിന് കംപ്ലീറ്റ് ചെയ്യണം. നമുക്കൊരു പോർഷൻ കിട്ടിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ടു ഫിൽ എ മിസ്സിംഗ് പാർട്ട് ഫോം കംപ്ലീറ്റ് ഫോം, ടു ഫിൽ ഇൻ മിസ്സിംഗ് പാർട്ട് ഫോം കംപ്ലീറ്റ് ഫോം എന്ന് പറയുന്നതാണ് ക്ലോഷർ. ഒബ്ജക്ട് മൂവിങ് ഇൻ സെയിം ഡയറക്ഷൻ ആർ പെർസീവ്ഡ് ആസ്. ഒബ്ജക്ട് ഒരു ഇതിലോട്ട് തന്നെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും, അതിനെ ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയും. ലോ ഓഫ് എ കിടക്കുന്നത് എന്താന്ന് പറയും, ലോ ഓഫ് കണ്ടിന്യൂറ്റി. ബിയിൽ ഒബ്ജക്ട് വിത്ത് കോമൺ ബാക്ക്ഗ്രൗണ്ട്, ലോ ഓഫ് കോമൺ റീച്ച്. സിയിൽ ടു ഫിൽ ഇൻ മിസ്സിംഗ് പാർട്ട് ഫോം കംപ്ലീറ്റ് ഫോം എന്ന് പറയുന്നത് ലോ ഓഫ് ക്ലോഷർ. സിമിലർ ഐറ്റംസ് ആർ പെർസീവ്ഡ് ടുഗദർ, ലോ ഓഫ് സിമിലാരിറ്റി. ഒരുപോലുള്ള വസ്തുക്കളെല്ലാം നമ്മൾ ഒന്നായിട്ട് കരുതുന്നു, അത് ലോ ഓഫ് സിമിലാരിറ്റി. ഒരേ ഡയറക്ഷനിൽ പോവുമെങ്കിൽ ലോ ഓഫ് കണ്ടിന്യൂറ്റി. കോമൺ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ലോ ഓഫ് കോമൺ റീജിയൻ. മിസ്സിംഗ് പാർട്ട് കൊണ്ട് ഫില്ല് ചെയ്യുവാണെങ്കിൽ ലോ ഓഫ് ക്ലോഷർ. ഇതെല്ലാം ജസ്റ്റോൾട്ട് തിയറി വരുന്ന ലോകളാണ് കേട്ടോ. നമുക്ക് ഓക്കെ, മുന്നോട്ട് പോവാം. ക്ലിയർ അല്ലേ? ഞാൻ പോവാണ്, ടൈം എടുക്കും. Name legal concept which hold that juvenile offenders should be treated different from adult offenders due to their age and development. ഇത് വളരെ കറക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ ഏതാണ് കൊടുത്തത്? ജുവൈനൽ പ്രിവിലേജ്. ജുവനിയൽ പ്രിവിലേജ്. ജുവനിയൽ പ്രിവിലേജ് ഇപ്പൊ നമ്മൾ ഇവരുടെ ആൻസർ പേരൻസ് പാട്രി ആണ് തന്നിരിക്കുന്നത് നമ്മുടെ കീയിൽ. പക്ഷെ എങ്കിലും പേരൻസ് പാട്രി എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. പേരൻസ് പാട്രി എന്ന് പറയുമ്പോൾ ഇവരുടെ ഗാർഡിയൻ ആയിട്ട് ഒരാളെ എടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലോ ആണ് പേരൻസ് പാട്രി. ജുവനിയൽ പ്രിവിലേജ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നോക്കിയിട്ട് വരുന്നത്. ഈ പറഞ്ഞ ഓപ്ഷൻസ് IPC എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യൻ പീനൽ കോഡ് അതിലെല്ലാം വരുന്നുണ്ട്, എല്ലാ
ആൾക്കാരുടെ ലോസും വരുന്നത്. CRPC ഏകദേശം അതുപോലെ തന്നെ. പക്ഷെ ഇതിന്റെ ഈ പേരൻസ് പാട്രി എങ്ങനെ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നു എന്നുള്ളത് എനിക്കും അത് ക്ലിയർ അല്ല. പേരൻസ് പാട്രി എന്ന് പറയുമ്പോൾ ഇവരുടെ ഗാർഡിയൻ ആയിട്ട് ഒരാൾക്ക് നിൽക്കുക, ഇവരെ പഠിപ്പിക്കാനോ മറ്റു ആവശ്യത്തിന് വേണ്ടി ഒരാൾക്ക് നിൽക്കുക, അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് പേരൻസ് പാട്രിയിൽ പറഞ്ഞിരിക്കുന്നത്. ജുവനിയൽ പ്രിവിലേജ് ആണ് ഏകദേശം ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ ഞാനത് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തു എന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ജുവനീൽസിനുള്ള പ്രിവിലേജ് ആണ് അവർ അഡൽട്ടിന് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കരുത്, അല്ലെ അവർക്കൊരു ഡിഫറൻസ് വേണമെന്ന് പറയുന്ന സത്യത്തിൽ ജുവനിയൽ പ്രിവിലേജ് ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. പക്ഷെ നമ്മുടെ കീയിൽ എന്താ പേരൻസ് പേട്രി ആണ്. പേരൻസ് പേട്രി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് കാണുന്നത് ഇവർക്ക് ഗാർഡിയൻ ആര് ആയിട്ട് വരാം, ഇവരുടെ ഗാർഡിയൻ ആയിട്ട് ആരെ തിരഞ്ഞെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് പേരൻസ് പേട്രിയിൽ വരുന്നത്. പക്ഷെ ആസ് പെർ ദ പ്രൊവിഷണൽ കീ ദ ആൻസർ ഈസ് ഡി. പക്ഷെ മീനിങ് വെച്ച് നോക്കുമ്പോൾ ജുവനിയൽ പ്രിവിലേജ് ആണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി റെക്ടിഫൈഡ് വല്ലതും ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അക്കോർഡിംഗ് ടു കോൾബർഗ്സ് തിയറി, മോറൽ ഡെവലപ്മെന്റ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഓപ്ഷൻ ഡി. ബോത്ത് ജനറ്റിക് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അതെ, ബോത്ത് ജനറ്റിക് ആൻഡ് എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ആണ് നമ്മുടെ കോൾബർഗിന്റെ തിയറിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന 3 സ്റ്റേജസ് ഒക്കെ നമ്മൾ അല്ലെ എന്താ പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ ഒക്കെ പറഞ്ഞ് നമ്മൾ 3 സ്റ്റേജസ് അതിന്റെ ഉള്ളിലും വീണ്ടും ഉണ്ട്. ഓക്കെ, അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷെ അവർ ഡിഫറെന്റ് ആയിട്ടാണ് ചോദിച്ചത്. നെക്സ്റ്റ്, സെലക്ട് ദ കമ്പണൻസ് ഓഫ് ക്രിയേറ്റിവിറ്റി സജസ്റ്റഡ് ബൈ ഗിൽഫോർഡ്. ഏതാണ്? ഗിൽഫോർഡ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സി. ഓപ്ഷൻ സി, ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, പിന്നെ ഇത് കൂടാതെ അനാലിസിസും ഡ്രൈവും. അങ്ങനെ 2 കൂടെ ഉണ്ട്. ഇവിടെ 3 തന്നിട്ടുള്ളൂ, ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി. ഇത് 3 ഗിൽഫോർഡ് പറഞ്ഞിട്ടുള്ള ക്രിയേറ്റിവിറ്റിയുടെ എന്ത് കമ്പണൻസ്. സത്യത്തിൽ അതിന്റെ സ്റ്റേജസ് ആയിട്ട് വരുന്നതാണ് പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ, വെരിഫിക്കേഷൻ. അത് ടോറൻസിന്റെ ആണ്. ഗിൽഫോർഡ് പറഞ്ഞത് ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, പിന്നെ അത് കൂടാതെ അനാലിസിസും ഡ്രൈവും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, select the organization which focuses on empowering person with a disability through skill and employment opportunity. ഇതും ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. ആൻസറിലോട്ട് പോവാം. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപവറിംഗ് ഓഫ് പേഴ്സൺ വിത്ത് ഇന്റലക്ച്വൽ, ഇല്ലെങ്കിൽ എന്താ പറയണ്ടേ, നാഷണൽ ഏജൻസി ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ഡിസേബിൾഡ്, ഈ ഒരു ഏരിയ സി, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷെ എങ്കിലും ആൻസർ കീയിൽ എന്താ വന്നിരിക്കുന്നത്, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അതെന്ന് പറയുമ്പോൾ എല്ലാവരും വരും, എടുത്ത് ഡിസേബിൾഡ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നോക്കിയാൽ അതും റൈറ്റ് ആൻസർ ആണ്. എടുത്ത് പറയാത്തതുകൊണ്ട് സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്തെടുക്കുന്നു, ഡിസേബിളിന് വേണ്ടിയുള്ള ഈ പറഞ്ഞ പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയാം. പക്ഷെ ഇപ്പം ഡിസേബിൾഡ് എന്ന് ഇവിടെ കിടക്കുന്നത് കൊണ്ട്, അല്ലെ എംപവറിംഗ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ത്രൂ സ്കിൽ ആൻഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നാഷണൽ ഏജൻസി ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ദ ഡിസേബിൾ ആണ് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. ബട്ട് ആസ് പെർ ദ കീ എന്താണ്, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് പോവാം. Select the combination of statement that possibly affect positive student-teacher relationship. Avoid personal communication with students. Maintain personal communication with students. ആദ്യത്തെ പറയുന്നത് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വേണ്ട. രണ്ടാമത്തെ പറയുന്നത് എന്ത്, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വേണം. മൂന്നാമത്തേത് പറയുന്നത് ഡോണ്ട് ഇന്റർഫിയർ ഇൻ പേഴ്സണൽ മാറ്റേഴ്സ് ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ പേഴ്സണൽ മാറ്റേഴ്സിലൊന്നും ഇടപെടരുത്. പിന്നെ എൻകറേജ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രസ്റ്റ് വിത്ത് സ്റ്റുഡൻസ്. കുട്ടികൾക്ക് നമ്മളോട് എന്തും വന്ന് പറയാൻ പറ്റണം, അവർക്ക് നമ്മളൊരു വിശ്വാസം വേണം. ആ ഒരു രീതിയിലുള്ള ഒരു സമീപനമായിരിക്കണം ടീച്ചറിൻ്റെത്. പിന്നെ കമ്പയർ സ്റ്റുഡൻസ് വിത്ത് അതർ സ്റ്റുഡൻസ്. കമ്പാരിസൺ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്യണം. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആയിരിക്കും നല്ലൊരു സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്, ഇല്ല അതിന് സഹായിക്കുന്നതായിട്ടുള്ളത്? എന്തായാലും ഏത് വരും? ഡി ഉണ്ട് എന്തായാലും. ബിയും ഡിയും ഉണ്ട്. നമുക്ക് നോക്കാം. ബിയും ഡിയും ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. ഇവിടെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്മൾ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഒരു രീതി നോക്കുമ്പോൾ അത് നല്ലതാണ്. പക്ഷെ എങ്കിലും ചില സമയത്തൊക്കെ അവരൊന്ന് ഫ്രീ ആക്കാനൊക്കെ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ തമാശകളൊക്കെ പറയുന്നത് അല്ലേ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതും നല്ലതാണ്. അപ്പം എന്താ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
അപ്പൊ ബി എന്തായാലും അതെ, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വേണം, ഇച്ചിരിയൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എടുക്കണം എന്നാണ് ബി പറയുന്നത്. പിന്നെ സി എന്താ, അവരുടെ പേഴ്സണൽ മാറ്റേഴ്സിൽ ഇന്റർഫിയർ ആ ഒരു ചില ടൈമിൽ വേണ്ടി വരും, എങ്കിൽ പോലും എന്താണ് കൂടുതലും അവരുടെ പേഴ്സണൽ അങ്ങോട്ട് കയറി അവർ ഇഷ്ടപ്പെടാതെ, ഇപ്പൊ അവർ അഡോളസന്റ് കുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ മാറ്റേഴ്സിൽ ഇടപെടുന്നത് അവർക്ക് അത്ര ഇതായിട്ട് തോന്നത്തില്ല. അപ്പൊ അങ്ങോട്ട് കയറി ഇടപെടുന്നത് ഒരു മോശപ്പെട്ട ഒരു ഇതാണ്, നല്ലൊരു ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകില്ല. ഡി എന്തായാലും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. എന്ത്, എൻകറേജ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രസ്റ്റ്. അവർക്ക് നമ്മളൊരു വിശ്വാസം വേണം, നമ്മളോട് എന്ത് വന്ന് പറയാൻ പറ്റണം. അതെന്താ ഒരു നല്ലൊരു സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കും. പിന്നെ കമ്പാരിസൺ എപ്പോഴും അതൊരു മോശപ്പെട്ട ഒരു വേ ഓഫ് ഇത് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് കമ്പയർ ചെയ്യാൻ അവർക്ക് അത് ഭയങ്കര ഫീൽ ചെയ്യുക. ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് അഡോളസൻസിനാണ് കമ്പാരിസൺ ഒക്കെ ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻ ബി ആൻഡ് ഡി, മെയിൻറ്റെയിൻ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റുഡൻസ്, എൻകറേജ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രസ്റ്റ് വിത്ത് സ്റ്റുഡൻസ് വിൽ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പം ബി ആൻഡ് ഡി ആണ് നമ്മുടെ ആൻസർ. Biological model of intellectual is idea associated with ആരുടെയാണ്? എ ആണോ? എ. അതെ, പിയാഷയുടെ ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് പിയാഷയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. പിയാഷെ നമ്മൾ മോഡൽ, ബയോളജിക്കൽ മോഡൽ ഓഫ് ഇന്റലക്ച്വൽ, ബയോളജിക്കൽ മോഡൽ, അതിനെ നമ്മൾ എന്താ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നും പറയും. അപ്പൊ ജനറ്റിക് ഒക്കെ വരുമ്പോഴത്തേക്ക് അതെന്താ ബയോളജിക്കൽ മോഡലാണ്. പിയാഷെ പറയുന്നത് സെൻസ് നമ്മുടെ ഒബ്ജക്റ്റീവ് പെർമനൻസ് ഒക്കെ ആ ഒരു ഏജ് വെച്ചിട്ടല്ലേ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ടൊക്കെ പറയുന്നതുകൊണ്ട് ഇതിന് ഒരു ബയോളജിക്കൽ കണക്ഷനും പറയുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ആൻസർ ആരാണ്? പിയാഷെയാണ്. Select the factors from below list that is typically associated with the vulnerability of substance abuse in students. അപ്പൊ ഇതിൽ ഈ പറഞ്ഞ 5 ഓപ്ഷനുകളിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് കുട്ടിയെ കൂടുതലും സബ്സ്റ്റൻസ് അബ്യൂസിലോട്ട് തള്ളിവിടാൻ സാധ്യത ഉള്ളത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ലാക്ക് ഓഫ് കോപ്പിംഗ് സ്കിൽസ്, നമ്മൾ കോപ്പിംഗ് ഉണ്ടായിരുന്നു, അഡ്ജസ്റ്റിംഗ് സ്കിൽസ് എന്ന് വെച്ചാൽ ഇപ്പം വലുതായിക്കൊണ്ടിരിക്കുമ്പോഴെന്താ പോർഷൻസ് ഒക്കെ പാടായിട്ട് വരും, അല്ലെങ്കിൽ ലൈഫ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. അപ്പൊ അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ലാക്ക് ഓഫ് എന്താ ലൈഫ് സ്കില്ലിന്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒന്നുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അതിനുള്ള സ്കില്ല് കുറഞ്ഞു പോകുന്ന അവസ്ഥ. പിന്നെ മൂന്നാമത്തെ പിയർ പ്രഷർ, അറിയാലോ ഇവരുടെ പ്രായത്തിൽ പിയർ പ്രഷർ ഭയങ്കര കൂടുതലാണ്. അപ്പൊ പിയർ പ്രഷർ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് വെച്ചാൽ ലിക്കർ അങ്ങനെയുള്ള അതിലോട്ടൊക്കെ തള്ളി വിടുമോ. പിന്നെ സ്ട്രോങ് അക്കാഡമിക് സപ്പോർട്ട്, നല്ലൊരു അക്കാഡമിക് നല്ല രീതിയിൽ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ഒക്കെ ഉണ്ടെങ്കിൽ അത് സബ്സ്റ്റൻസ് അബ്യൂസിലോട്ട് തള്ളിവിടുമോ. അക്കാഡമിക് സ്ട്രെസ്, പഠിത്തത്തെ കുറിച്ചുള്ള സ്ട്രെസ് കൂടിയിട്ട് അവര് സബ്സ്റ്റൻസ് അബ്യൂസിലോട്ട് പോകുമോ. സ്ട്രോങ് ഫാമിലി സപ്പോർട്ട്, നല്ലൊരു ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർ സബ്സ്റ്റൻസ് അബ്യൂസിലോട്ട് പോകും. ഇതിൽ ഏതൊക്കെയാണ് കുട്ടിയെ തള്ളി വിടാൻ ചാൻസ് ഉള്ളത്? ഇത് എളുപ്പമല്ലേ, പറയൂ ഏതൊക്കെ ഓപ്ഷൻസ് ആയിരിക്കും അത്? ബി, ബി, ബിയും ഡിയും ഉണ്ട്, പിന്നെ ഒരെണ്ണം കൂടെ എ. എയും ബിയും ഡിയും ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ലാക്ക് ഓഫ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ അവർക്ക് ഒന്നുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്ന ആകപ്പാടെ പ്രശ്നങ്ങൾ. അപ്പൊ എന്തെടുക്കും അവർ ഈ പറഞ്ഞ സബ്സ്റ്റൻസിലോട്ടൊക്കെ അഭയം പ്രാപിക്കും. പിന്നെ പിയർ പ്രഷർ, കൂട്ടുകാർ നിർബന്ധിക്കും, അപ്പൊ എന്തെടുക്കും അവർ സബ്സ്റ്റൻസ് ഒക്കെ അങ്ങനെ അബ്യൂസ്ഡ് ആകും. പിന്നെ എന്താ അക്കാഡമിക് സ്ട്രെസ് പഠിച്ച സ്ട്രെസ് കൂടിയിട്ട് അതിൽ നിൽക്കുന്ന രക്ഷപ്പെടാൻ എന്തെടുക്കും, ഇതിലൊക്കെ പെട്ടുപോയേക്കാം. സിയും ഇയും എന്താ നല്ല ഓപ്ഷൻസ് ആണ്. നല്ലൊരു അക്കാഡമിക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവർ ഇതിലോട്ടൊന്നും വഴുതി വീരില്ല. ഫാമിലി സപ്പോർട്ട് നല്ലോണം ഉണ്ട്, സ്നേഹമുണ്ട്, ഒരു കുഴപ്പമില്ലെങ്കിൽ എന്താ ഒരു ഇതിലോട്ടൊന്നും വീരില്ല. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് ലാക്ക് ഓഫ് കോപ്പിംഗ് സ്കിൽ, പിയർ പ്രഷർ, അക്കാഡമിക് സ്ട്രെസ് റെസ്പോൺസ് ആർ ദ vulnerable reasons for students to be in substance abuse. സബ്സ്റ്റൻസ് അബ്യൂസ് വീഴാനുള്ള 3 ഇതൊക്കെ കറക്റ്റ് ആയില്ലേ? കറക്റ്റ് ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വാട്ട് ഈസ് ദ കീ ഗോൾ ഇൻ സപ്പോർട്ടിങ് ഇൻഡിവിജ്വൽ വിത്ത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ്? അവരെ ഇപ്പൊ നമ്മുടെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ്, ലേണിംഗ് ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികളെ നമ്മൾ എന്താ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ ഒരു ഗോൾ എന്തുവാ? എക്സ്ക്ലൂസീവ് ഫോക്കസിങ് ഓൺ അക്കാഡമിക്സ്, അവരുടെ അക്കാഡമിക്സ് മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ പ്രത്യേകം അവർക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തേക്കുന്നത്? സെഗ്രഗേറ്റ് ഇൻഡിവിജ്വൽ വിത്ത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, അവർ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുക. സെഗ്രഗേഷൻ എന്ന് വെച്ചാൽ
അടർത്തി മാറ്റുക അല്ലെ, മാറ്റി വേറൊരു ഗ്രൂപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണോ, മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണോ? മിനിമൈസിങ് ദ അഡാപ്റ്റീവ് ഫങ്ഷൻ സ്കിൽ, അവരുടെ ഫങ്ഷൻ സ്കിൽസിനെ എല്ലാം കുറയ്ക്കാൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? എൻഹാൻസിങ് എന്ന് വെച്ചാൽ കൂട്ടുക. എൻഹാൻസിങ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ വെൽബീങ്, അവരുടെ സൊസൈറ്റിയിലുള്ള ഒരു സന്തോഷവും അതൊരു ഇമോഷണൽ വെൽബീങ്, ഇമോഷണലി അവർക്ക് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ഒരു കണ്ടീഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണോ? ഇതിലേതായിരിക്കും? നമ്മൾ അവർക്ക് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വൽ വിത്ത് ഇന്റലക്ച്വൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറെ ഗോളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും അതിന് കറക്റ്റ്? അതിന്റെ ഒരു എയിം എന്തായിരിക്കും ഇതൊക്കെ കൊണ്ടുവന്നതിന്റെ? അവരെ മാറ്റി നിർത്താനാണോ, അതോ അവരുടെ അക്കാഡമിക്സ് മാത്രം ശ്രദ്ധിക്കാനാണോ, അതോ അവർക്കുള്ള കുറെ സ്കില്ലുകളെ കുറച്ച് കളയാനാണോ, അതോ അവരുടെ സോഷ്യലും ഇമോഷണലും സൊസൈറ്റി ആയിട്ടുള്ളതും അവരുടെ വൈകാരികമായിട്ടുള്ള ഒരു സന്തോഷത്തിന് സമാധാനത്തോടെ അവർക്ക് മുന്നോട്ട് പോകാൻ, അല്ലെ അത് ആ ഒരു എബിലിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണോ? ഏതായിരിക്കും ഓപ്ഷൻ? പറയൂ. ഡി ആണോ? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാം നെഗറ്റീവ് സെൻസാ. അക്കാഡമിക്സ് മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല. പക്ഷെ ഇപ്പം അക്കാഡമിക്സിൽ അവർ ഡെവലപ്പ് ആയാലും ആയില്ലെങ്കിലും എന്താ, അവർക്ക് സന്തോഷത്തോടെ മുന്നോട്ട് അവിടെ ഉള്ളിലുള്ള ഇപ്പൊ നല്ലോണം വരയ്ക്കും, ഒരു കോമ്പറ്റീഷന് ചേർത്താലല്ലേ അതറിയൂ, അതിന് അവർ ആദ്യം സ്കൂളിൽ ചേരണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ല, അവർക്ക് അതിനു വേണ്ടി സ്കൂളിലുള്ള സാഹചര്യം അവരെയും ചേർക്കുക, അങ്ങനത്തെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ അക്കാഡമിക്സ് മാത്രം ശ്രദ്ധിച്ചാൽ പറ്റില്ല. സെഗ്രഗേഷൻ എന്ന് വെച്ചാൽ മാറ്റുക, അടർത്തി ഗ്രൂപ്പ് ആക്കുക, വേറൊരു ഇതാക്കുക, അതിന് വേണ്ടിയിട്ടൊന്നുമല്ല. അവരെ വേറെ ആക്കാനല്ല, അവരെ എന്തെടുക്കാനാ, അവരെ എല്ലാവരെ പോലെ തന്നെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടി പ്രത്യേകം കുറെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെ ഫങ്ഷൻ സ്കിൽസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല, അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെന്താ, എൻഹാൻസിങ് സോഷ്യൽ, അവരുടെ സോഷ്യലും അവർക്ക് സൊസൈറ്റിയായിട്ട് നല്ലോണം മിങ്കിൾ ചെയ്യാൻ അവർക്ക് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അവർ എപ്പോഴും വീട്ടിൽ തന്നെ ആയപ്പോൾ പിന്നെ അവർക്കൊന്നും ഒരിക്കലും മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സ്കൂളിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഇന്റലക്ച്വലി അല്ലേ കുഴപ്പമുള്ളൂ, ബാക്കിയുള്ള അവരുടെ കുറെ കഴിവ് മുരടിച്ച് പോകരുത് ഇല്ല. അപ്പൊ അതിനെന്ത് വേണം? അവരും സ്കൂളിലൊക്കെ വരണം, അവരും എല്ലാവരെ പോലെ പഠിക്കണം, അവരുടെ സോഷ്യലും ഇമോഷണലും വേറെ സന്തോഷത്തോടെ ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുത്തേക്കുന്നത്, ഇൻഡിവിജ്വൽ പ്രോഗ്രാംസ്, ഇൻഡിവിജ്വൽ IEP ഒക്കെ, IEP ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ളത്. ഓക്കെ, അപ്പം കീ ഗോൾ ഇൻ സപ്പോർട്ടിങ് ഇൻഡിവിജ്വൽ വിത്ത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഈസ് ടു എൻഹാൻസ് സോഷ്യൽ, ഈ നാലെണ്ണത്തിൽ എൻഹാൻസിങ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ വെൽബീങ്. ടീച്ചർ ആസ് റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ മീൻസ് എന്തായിരിക്കും? ഒരു റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ എന്താ? ഇതിലേതായിരിക്കും? ടീച്ചർ ഹു ക്രിട്ടിക്കലി എക്സാമിൻ ഹിസ് ഓർ ഹെർസെൽഫ് ആൻഡ് ഇംപ്രൂവ്സ് ടീച്ചിങ്, അവനവനെ തന്നെ എക്സാമിൻ ചെയ്ത് ഞാൻ നല്ലോണം പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്. നമ്മൾ BEdനൊക്കെ പോകുമ്പം ഇങ്ങനെ എന്താ വീഡിയോ ഒക്കെ എടുപ്പിക്കുമല്ലോ, ഇല്ല പിന്നെ മിസ് കാണാൻ വരും, എന്നാ വീഡിയോ ഒക്കെ എടുപ്പിക്കുമല്ലോ, നമുക്ക് അതിന് സെൽഫ് റിഫ്ലക്ഷൻ ഇതൊക്കെ എന്നും എഴുതണ്ടേ, അതൊക്കെ റിഫ്ലക്റ്റീവ് ജേണലൊക്കെ എഴുതുമല്ലോ, ആ ഒരു സംഭവം അതാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ അവനവനെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തു, ഞാൻ നല്ലോണം പഠിപ്പിക്കുന്നുണ്ടോ. ഏതെന്നാണ് റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ റിഫ്ലക്ഷൻ പ്രാക്ടീഷണർ ആകുക വെച്ചാൽ അവനവനെ തന്നെ, മറ്റു കുട്ടികളെ മാത്രം നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ പോരാ, അവനവനെയും കൂടെ ഇവാലുവേറ്റ്. ഇപ്പൊ ആൻസർ എന്താണ്? എ ആണ്. ടീച്ചർ ഹു ക്രിട്ടിക്കലി എക്സാമിൻസ് ഹിസ് ഓർ ഹെർസെൽഫ് ആൻഡ് ഇംപ്രൂവ്സ് ടീച്ചിങ് ഈസ് എ റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ. അത് മാർക്ക് ചെയ്യാൻ വിട്ടുപോയത് കേട്ടോ. എ ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ. ഞാൻ ശരിയാക്കിയിട്ട് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ മിസ്. പോയി. വെയിറ്റ് ചെയ്യാൻ. എ ആണ് കേട്ടോ നമ്മുടെ ആൻസർ. എ ആണ് നമ്മുടെ ആൻസർ. ടീച്ചർ ഹു ക്രിട്ടിക്കലി എക്സാമിൻസ് ഹിസ് ഓർ ഹെർസെൽഫ് ആൻഡ് ഇംപ്രൂവ്സ് ടീച്ചിങ് ഈസ് എ റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ. Select the term for unlawful behavior by minors, usually those between the age of 10 and 17. അഡോലസെന്റ് ഏജ് വരുന്ന ഒരു കുട്ടികൾ, അവര് ഇച്ചിരി മോശമായി അൺലോഫുൾ അല്ലെ, ലോയ്ക്ക് എഗനിസ്റ്റ് ഒക്കെ പെരുമാറുന്നവരെ നമ്മൾ എന്തോ പറയുന്നത്? അവരിടുന്ന ജയിലിൽ വെച്ച് ഓർത്താൽ മതി. എന്തുവാ? ജുവനൈൽ ഡെലിക്വൻസി. അവരത്രയും മോശം, ആ വാക്ക് സത്യത്തിൽ ഉപയോഗിക്കില്ലെന്നാ, അങ്ങനൊന്നും ആരെയും പറയില്ലെന്ന്. പക്ഷെ എന്താണ്,
അവരത്രയും അൺലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അവരെ എന്ത് പറയും, ജുവനിയൽ ഡെലിക്വന്റ് എന്ന് ഇതിനെ പറയുന്നത് ജുവനിയൽ ഡെലിക്വൻസി. ഈ ഓപ്ഷൻ ബിയുടെ മീനിങ് ഒന്ന് പറയോ? ഞാൻ ഓപ്ഷൻ ബി ആണ് പക്ഷെ ആൻസർ ആയിട്ട് കൊടുത്തത്. അഡോലസൻസ് ട്രാൻസ്ഗ്രഷൻ എന്ന് പറയുന്നത്, അഡോലസൻസ് ട്രാൻസ്ഗ്രഷൻ എന്ന് പറയുന്നവർക്ക് ആ ഒരു ഇതിന് പിയർ പ്രഷർ കൊണ്ട് അവർ സബ്സ്റ്റൻസ് അബ്യൂസിൽ പോകുന്നു. അതുപോലെ തന്നെ അവർക്ക് കുറെ ചേഞ്ചുകൾ വരുമല്ലോ, ഭയങ്കരമായി ദേഷ്യം വരുന്നു, അതുവഴിയൊക്കെ അവർ കുറച്ച് വഴുതി വീഴുമല്ലോ. അത് അത്ര വലിയ തെറ്റല്ല അഡോലസൻസ് ട്രാൻസ്ഗ്രഷൻ എന്നൊക്കെ പറയുന്നത്. ചെറിയ ആ ഒരു അഡോലസന്റ് ഏജ് വരുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ചാഞ്ചാട്ടവും ചഞ്ചലമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ അഡോലസൻ പറഞ്ഞ ആ ചഞ്ചലം കൊണ്ട് അവർ കുറച്ച് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമല്ലോ, അതിനെയാണ് അഡോലസൻ. ഇപ്പം അമിതമായിട്ട് ഈ സൂയിസൈഡ് അങ്ങനെ പല പല, അത് തെറ്റാണ്, പക്ഷെ എങ്കിലും അവരുടെ ഈ ചഞ്ചല മനസ്സുകൊണ്ടുണ്ടാകുന്നത് അതിനെയാണ് നമ്മൾ അഡോലസൻ ട്രാൻസ്ഗ്രഷൻ. ആ ഒരു പർട്ടിക്കുലർ ഏജ് വരുമ്പോൾ പണ്ടൊരു പാവമായിരുന്നു, ദേഷ്യമൊന്നും അധികം വരത്തില്ല, പക്ഷെ ഇപ്പൊ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം അങ്ങനെ. അതുകൊണ്ട് ചിലപ്പോൾ എന്തൊക്കെ എറിഞ്ഞു പൊട്ടിക്കുന്നു, അങ്ങനത്തെ രീതിയിലുള്ള പെരുമാറ്റം, അതൊക്കെയാണ് അഡോലസൻ ട്രാൻസ്ഗ്രഷൻ. പിന്നെ പറഞ്ഞ പണ്ടങ്ങനെ പെൺകുട്ടികളോടൊന്നും അധികം സംസാരിക്കാൻ അങ്ങനെയില്ല. പിന്നെ ഇപ്പൊ ഭയങ്കരമായിട്ട് അങ്ങനത്തെ രീതിയിലുള്ള സ്വഭാവം, ആ ഒരു ചേഞ്ചിനെയൊക്കെയാണ് അഡോലസൻ ട്രാൻസ്ഗ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ യൂത്ത് മിസ്കണ്ടക്റ്റും യൂത്ത് സ്റ്റേജിൽ ഇങ്ങനെ ഭയങ്കര റേസ് ആയിട്ടുള്ള സ്വഭാവം ഇല്ലേ, അതിനെയൊക്കെയാണ് അത് വെച്ചിട്ട് അവർ ഇപ്പൊ ഭയങ്കര സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ചൊക്കെ പോകണം, അങ്ങനെ ചെയ്യില്ലെന്ന് അവർക്ക് അറിയാം, എങ്കിൽ പോലും അവർ അതങ്ങനെ ചെയ്യുന്നതിനൊക്കെ ആ ഒരു പ്രായത്തിന്റെ ഇത്. പിന്നെ യൂത്ത് അബ്യൂസ് എന്ന് പറയുമ്പോൾ അതിലെല്ലാം വരും, എല്ലാ മോശപ്പെട്ട കാര്യങ്ങളും. പക്ഷെ ഇവിടെ എടുത്തു ചോദിച്ചിട്ടുണ്ട് 10 മുതൽ 17 വയസ്സുള്ളവരുന്നു. അപ്പൊ അവര് ജുവനിയൽ ഡെലിക്വൻസി, ഈ അഡോളസന്റ് ട്രാൻസ്ഗ്രഷൻ. ഡെലിക്വൻസി എന്നുള്ളത് വരുമോ എന്നുള്ള ഒരു ഇതിൽ ഞാൻ ഡെലിക്വൻസി മോശപ്പെട്ടൊരു വാക്ക്, ഈ ഒരു ഇങ്ങനെയുള്ളവരെ പറയുന്നത്, പക്ഷെ അത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കില്ലെന്ന് പറയുന്ന ഒരു വാക്കാണ്. ഡെലിക്വൻസി എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്വഭാവം കാണിക്കുന്ന ഈ ക്രിമിനൽ മെന്റാലിറ്റി, ആ ഒരു ഇത് വരുന്ന സ്വഭാവം ഇല്ലേ, ആ സ്വഭാവം കാണിക്കുന്ന കുട്ടികളെ, ഈ അഡോലസൻസിലുള്ളവരെ പറയുന്ന ഒരു ഇതാണ് ഡെലിക്വൻസ്. അങ്ങനെ ആരെയും വിളിക്കല്ലെന്നാ പറയുന്നത്, ഒരു എത്തിക്സ് വെച്ച് നമ്മൾ ആരെയും അങ്ങനെ ഒന്നും വിളിക്കരുതെന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളതുകൊണ്ട് ആ വാക്കുണ്ട്, നമ്മുടെ സൈക്കോളജിയിലുണ്ട് അത് പഠിക്കാൻ. അപ്പൊ അതാണ് ഈ ഡെലിക്വൻസി എന്ന് പറഞ്ഞത്. പിന്നെ 10 to 17 ഇയേഴ്സ് ആയതുകൊണ്ട് അവരാരാണ്, ജുവനിയൽ ഡെലിക്വൻസ് ആണ്. അഡോലസൻ ട്രാൻസ്ഗ്രഷൻ ആ കുറച്ച് ചേഞ്ച് കൊണ്ടുവരുന്ന ചില സ്വഭാവ മാറ്റങ്ങൾ, അതിനെയാണ് അഡോലസൻ ട്രാൻസ്ഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ മിസ്. ഈ അൺലോഫുളും കൂടെ വരുന്നോണ്ട് ജുവനിയൽ ആകുന്നു. ലോയ്ക്ക് എതിരായിട്ടുള്ള 10 മുതൽ 17 വയസ്സുള്ള കുട്ടികളെല്ലാം ജുവനിയൽ അവിടോട്ട് പോകുമല്ലോ, അത് വെച്ചിട്ട് ജയിലിലോട്ട് പോകത്തില്ല. John is very efficient in finding and understanding traffic routes. According to multiple intelligence theory, John possesses. ആരുടെയാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി? അറിയായിരുന്നു, മറന്നുപോയി. ഗാർഡനർ. ഓക്കെ, ഗാർഡനറുടെ ആണ് മൾട്ടിപ്പിൾ വിഷ്വൽ സ്പേഷ്യൽ. വിഷ്വൽ സ്പേഷ്യൽ ആണ്. ട്രാഫിക് റൂട്ട് ഒക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇപ്പൊ ജോണിനുള്ളത് വിഷ്വൽ സ്പേഷ്യൽ. Select the correct statement related to spiral curriculum. Representing information through action, repeating same. അതെ, കോംപ്ലക്സ് ടോപ്പിക് ഇനിഷ്യലി അല്ല, ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി ആണ് കേട്ടോ. പ്രൊവൈഡ് ടോപ്പിക് അറ്റ് ആൻ ഇൻക്രീസിംഗ് ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി. സി എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ആദ്യം നമ്മൾ ABC പഠിക്കുന്നു, പിന്നെയാണ് നമ്മൾ വേർഡ്സ് പഠിക്കുന്നത്, പിന്നെ സെന്റൻസ് പഠിക്കുന്നു. ആദ്യം നമ്പേഴ്സ് പഠിക്കുന്നു, പിന്നെ അഡീഷൻ പഠിക്കുന്നു, പിന്നെ സബ്ട്രാക്ഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഡിവിഷൻ. അങ്ങനെ ഓരോ ക്ലാസ്സിലല്ലേ, ഇതെല്ലാം ഒറ്റ ക്ലാസ്സിലല്ലേ. ഇപ്പൊ കൊച്ചു ക്ലാസ്സിൽ ABC, പിന്നെ പയ്യെ 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 വലിയ ആൻസർ ഫോളോയിങ്ങിലൊക്കെ എത്തുന്നത്. അപ്പൊ അത് സ്പൈറൽ കരിക്കുലം. അതിനെയാണ് ആ ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി എന്തെടുക്കും, കൂടിക്കൂടി വരും. ഡി പറഞ്ഞേക്കുന്ന കോംപ്ലക്സിന് സിമ്പിൾ ആയി വരും എന്നല്ല, നമ്മള് ചെറിയ ചെറിയ കാര്യത്തിൽ നിന്ന് പഠിച്ച് വലിയ വലിയ കാര്യത്തിലോട്ടാ പോകുന്നത്. അതാണ് സ്പൈറൽ കരിക്കുലം പറയുന്നത്. മൂന്നാമത്തെ പറഞ്ഞാൽ സെയിം കണ്ടന്റ് തന്നെ റിപ്പീറ്റ് ചെയ്യുമെന്ന്. അല്ല, സെയിം കണ്ടന്റ് അല്ല റിപ്പീറ്റ് ചെയ്യുന്നത്, ഇച്ചിരി പാടായാണ് വരുന്നത്. ആക്ഷൻ, റിപ്രസെന്റിങ് ഇൻഫർമേഷൻ തൊട്ട് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് അങ്ങനൊന്നും കരിക്കുലത്തിൽ അത് വേറെ രീതിയിൽ ആഡ് ആയതേ ഉള്ളൂ. സ്പൈറൽ കരിക്കുലം ജസ്റ്റ് പറയുന്നത് എന്താണ്, ടോപ്പിക്ക് പ്രൊവൈഡിങ് ടോപ്പിക് അറ്റ് ആൻ ഇൻക്രീസിംഗ് ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി. എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പയ്യെ അതിങ്ങനെ കൂട്ടി കൊണ്ടുവരും കോംപ്ലക്സിറ്റി. ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലോട്ട് വരുമ്പോൾ, ഒരു ചാപ്റ്ററിൽ നിന്ന് പുതിയൊരു ചാപ്റ്ററിലോട്ട് വരുമ്പോൾ ഇതിന്റെ ഇച്ചിരി കൂടെ ഡിഫിക്കൽട്ട് പോകും. ആദ്യം നമ്മൾ സിമ്പിൾ ആയിട്ട് അഡീഷൻ പഠിക്കുന്നു, പിന്നെ വലിയ വഴിക്കണക്കൊക്കെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള
ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. വെയർ ദ കണ്ടന്റ് ഓഫ് ദ ടോപ്പിക് ഹാവ് എൻ ഇൻക്രീസിംഗ് ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി. അതിന്റെ കോംപ്ലക്സിറ്റി പയ്യെ പയ്യെ കൂടി വരും. ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് അടുത്ത ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ ഇതിനൊക്കെ ഇച്ചിരി പാടായിരിക്കും. അതെയാണ് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് എന്തെടുക്കും, അതൊരു ലിങ്ക് മെയിൻറ്റെയിൻ ചെയ്യും. ഈ ചാപ്റ്റർ ആ ചാപ്റ്ററായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധം വെച്ചിട്ട് ഇച്ചിരി പാട് കൊടുത്ത് അങ്ങനെ പോകും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സ്പൈറൽ കരിക്കുലം ഓപ്ഷൻ സി ആണ് കേട്ടോ നമ്മുടെ ആൻസർ. പ്രൊവൈഡ് ടോപ്പിക് അറ്റ് ആൻ ഇൻക്രീസിംഗ് ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി കൂടി വരും. സെലക്ട് മോസ്റ്റ് സൂട്ടബിൾ കോമ്പിനേഷൻ ഓഫ് ICT. ICT എന്താണ്? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പം ഇതിലേതാണ്, ഏതൊക്കെ കോമ്പിനേഷൻ ആണ് ICTയുടെ സൂട്ടബിൾ ആയിട്ടുള്ളത്? ICT ക്യാൻ ഹെൽപ്പ് ഇൻ ഫോർമേറ്റീവ് അസസ്മെന്റ്. ആണോ? ICT ഹെൽപ്പ് ചെയ്യുവോ? ഫോർമേറ്റീവ് അസസ്മെന്റിന് ഹെൽപ്പ് ചെയ്യുവോ? നമുക്ക് നോക്കാം. ഇല്ലേ? നമുക്ക് നോക്കാം. ICT വിൽ ഹിൻഡർ ദ സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പ്. സ്റ്റുഡന്റും ടീച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തകർക്കാൻ ICT കടന്നു വരുമോ? എന്ത് പറയുന്നു? ഇല്ല, ICT ഒന്നും ചെയ്യാനൊന്നും പോണില്ല. ICT വിൽ ഡിസ്ട്രോയ് ദ ക്രിയേറ്റിവിറ്റി എമംഗ് സ്റ്റുഡൻസ്. ICT വന്നാൽ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഇല്ലാതായി പോകും. ഇല്ല, അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. ICT വിൽ പ്രൊവൈഡ് റിയൽ ടൈം ഇന്ററാക്ഷൻ വിത്ത് സ്റ്റുഡൻസ്. ICT റിയൽ ടൈം ഇന്ററാക്ഷൻ, കുട്ടികളിൽ നിന്ന് റിയൽ ടൈം ഇന്ററാക്ഷൻ തരാൻ സഹായിക്കും. അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. എന്ത് തോന്നുന്നു? യെസ് ഓർ നോ? യെസ്. It can provide immediate feedback to students. Yes or no? Immediate. നമുക്ക് നോക്കാം. ADE. ഫോർമേറ്റീവ് അസസ്മെന്റിന് സഹായിക്കും. ICT കൊണ്ട് നല്ലതല്ലേ. ഇപ്പം എന്താ, ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമ്മൾ എന്തെങ്കിലും പഠിപ്പിച്ച പോർഷൻ അന്ന് തന്നെ ഒരു ഫില്ലിംഗ് ദ ബാങ്ക്സ്, ഗെയിം ബേസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്മാർട്ട് ക്ലാസ് ഒക്കെ വെച്ച് അവർക്ക് അന്ന് തന്നെ അത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പിറ്റേ ദിവസം ഇന്നലെ പഠിപ്പിച്ചതൊന്ന് ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ കാണിച്ചൊക്കെ ചോദിക്കുക, എന്തെങ്കിലും ഗെയിം ഒക്കെ വെച്ച്, എങ്കിൽ അത് ഉറപ്പായിട്ട് സഹായിക്കും. ഓക്കെ, അത് ഫോർമേറ്റീവ് അസസ്മെന്റ് അല്ലേ അവിടെ നടക്കുന്നത്. ഇപ്പൊ ഇന്നലെ എന്തെങ്കിലും ഒരു 2-3 വേർഡ്സ് പഠിപ്പിച്ചു, എന്നിട്ട് പിറ്റേ ദിവസം ടീച്ചർ കമ്പ്യൂട്ടറിൽ ആ വേർഡ്സിന്റെ ഒക്കെ തന്നെ എന്തോ മിസ്സിംഗ് ലെറ്റേഴ്സ് ഇട്ട് ചോദിക്കുക. അപ്പൊ അതെന്തോ, അത് ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. ടെക്നോളജിയുടെ സഹായത്തോടെ ടീച്ചർ അവിടെ ഒന്ന് പറയില്ല, ഇതിന്റെ ഉത്തരം പറ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെന്താ, ICT ഫോർമേറ്റീവ് അസസ്മെന്റിന് എപ്പോഴും സഹായിക്കും. പെട്ടെന്ന് നമുക്ക് ഇവാലുവേഷനും ചെയ്യാം. പെട്ടെന്ന് ഒരു ക്വസ്റ്റൻ അങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ, എല്ലാവരും കാണുന്നുണ്ട്, ഒരുമിച്ച് അങ്ങ് ചെയ്യാം. ICT ഹെൽപ്പ് ഇൻ ഫോർമേറ്റീവ് അസസ്മെന്റ്. ഇപ്പൊ നമ്മുടെ കേസിൽ തന്നെ സാറ് നിങ്ങൾക്ക് എക്സാം നടത്തത്തില്ലേ ഗൂഗിൾ ഫോംസിൽ? അതെന്തോ ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ് നടത്തുന്നത്. അതുവഴി ഇത്ര ഏരിയയിൽ എല്ലാവരും ഓക്കെ ആണെന്നൊക്കെ ഉള്ള ഐഡന്റിഫിക്കേഷൻ സാറിന് കിട്ടുവാണ്. അപ്പൊ അതവിടെ ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ് നടത്തുന്നത്. അപ്പൊ ICT എപ്പോഴും ഫോർമേറ്റീവ് അസസ്മെന്റിനെ സഹായിക്കും. അപ്പൊ A കറക്റ്റ് ആണ്. പിന്നെ B, അത് തെറ്റാണ്. ICT ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പിൽ. സ്റ്റുഡന്റ് ടീച്ചറും തമ്മിലുള്ള ബന്ധത്തിൽ ICT ഉണ്ടേലും ഇല്ലേലും എന്ത് ബാധിക്കാനാണ്? ടീച്ചറും സ്റ്റുഡന്റിന്റെ പെരുമാറ്റം വെച്ചാണ് അത്, ഇല്ല അവർ തമ്മിലുള്ള എങ്ങനെ പഠിപ്പിക്കുന്നു, എങ്ങനെ നിൽക്കുന്നു, അതൊക്കെയാണ്. അത് ICTക്ക് വലിയ ഭാഗമൊന്നുമില്ല. ICT വിൽ ഡിസ്ട്രോയ് ദ ക്രിയേറ്റിവിറ്റി എമോങ് സ്റ്റുഡൻസ്. ഇല്ല, ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്റ്റുഡന്റിന് ഒന്നുകൂടെ പുതിയ ഐഡിയാസ് കിട്ടത്തേ ഉള്ളൂ ICT വഴി. അല്ലാതെ ICT ഒരിക്കലും സ്റ്റുഡന്റിന്റെ ക്രിയേറ്റിവിറ്റി ഡിസ്ട്രോയ് ചെയ്യത്തില്ല. പിന്നെ ICT വിൽ പ്രൊവൈഡ് റിയൽ ടൈം ഇന്ററാക്ഷൻ. അപ്പൊ തന്നെ ഇപ്പം സ്മാർട്ട് ക്ലാസ് ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഇടും, നിങ്ങൾ എല്ലാവരും ഒരേ ടൈമിൽ അത് ചെയ്ത് അപ്പൊ തന്നെ നമുക്ക് അയക്കുന്നു. ഇല്ലെങ്കിൽ ഒരു ക്ലാസ്സിലാണ് ഇത് കാണിക്കുന്നതെങ്കിലും എന്താ അപ്പൊ തന്നെ റെസ്പോൺസ് ചെയ്യുന്നു, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നു. അപ്പൊ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്, അതിന് പെട്ടെന്ന് ഫീഡ്ബാക്കും കിട്ടുന്നു. പിന്നെ ഒരു ക്ലാസ്സിലൊക്കെ ആണെങ്കിലും എന്താ റിയൽ ടൈം ഇന്ററാക്ഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ADE അല്ലേ നമുക്ക് ഉത്തരം കിട്ടിയത്? ADE. ഓക്കെ, ക്ലിയർ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞു കേൾക്കാമല്ലേ? ഓക്കെ. Previously conditioned response decreases. It is known as, നമ്മുടെ ആരുടെയാ? പാവ്ലോവിന്റെ ജനറലൈസേഷനോ എക്സ്റ്റിങ്ഷനോ ഈ രണ്ടിലേതോ ഒന്നാണ്. ഡിക്രീസ് ചെയ്ത് പോവാ കേട്ടോ. ഡിക്രീസ് ചെയ്യുന്ന കുറഞ്ഞു പോവാ. നേരത്തെ കണ്ടീഷൻ ചെയ്തെടുത്തു, അതങ്ങ് ഇല്ലാതായില്ല, അതങ്ങ് കുറഞ്ഞു. എന്തോ ഒരു സംഭവം പഠിപ്പിച്ചത് പിന്നെ അങ്ങ് മറന്നു.
എക്സ്റ്റിങ്ഷൻ ആണ്. ജനറലൈസേഷൻ എന്ന് വെച്ചാൽ ഇപ്പം എന്താ നമ്മുടെ ബെല്ലും ഇതും അത് അവസാനത്തെ സ്റ്റേജാണ്. എക്സ്റ്റിങ്ഷൻ അതിന്റെ ഇടയ്ക്കൊക്കെ ചിലപ്പം കടന്നു വന്നേക്കാം, അങ്ങനത്തെ ഒരു സ്റ്റേജാണ് എക്സ്റ്റിങ്ഷൻ. ജനറലൈസേഷൻ എന്തുവാ, ബെല്ലും കൊണ്ടുവന്നു ഫുഡും കാണുന്നു, ഒരു അവസാനം രണ്ടും മനസ്സിലായി, രണ്ട് വന്നാലും എന്താ ഫുഡ് കിട്ടും, ബെല്ല് വന്നാലും അതുപോലെ തന്നെ ഫുഡ് കണ്ടാലും എന്താണ് വിശപ്പ് മാറും എന്നുള്ള ഒരു ഐഡിയ കിട്ടി. പക്ഷെ ബെല്ല് തിന്നാൻ പറ്റത്തില്ല, പിന്നെന്താ ഫുഡേ തിന്നാൻ പറ്റൂ, പക്ഷെ രണ്ടും അടിച്ചില്ല, രണ്ടിന്റെ ഒരു ഇത് വന്നാൽ എന്താണ് എന്തായാലും എനിക്ക് ഫുഡ് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് എന്താ പറഞ്ഞ വിശപ്പ് അകറ്റാം എന്നൊരിതാണ് ജനറലൈസേഷൻ. എക്സ്റ്റിങ്ഷൻ എന്താ, ബെല്ലിന്റെ അടിയങ്ങ് നിർത്തി നമ്മള്. അപ്പൊ കുറച്ച് നാളത്തേക്ക് ഇതങ്ങ് മറന്നുപോയി ബെല്ലിന്റെ കാര്യം, അവിടെ ആ ഒരു കണ്ടീഷനിങ് അങ്ങ് വിട്ടുപോയി. പണ്ടത്തെ പോലെ ഫുഡ് കാണുമ്പോൾ അതിന്റെ നാച്ചുറൽ റെസ്പോൺസാ, ഫുഡ് കണ്ടാൽ സലൈവേഷൻ വരുന്നത്, അത് അവിടെ ഉണ്ട്. പക്ഷെ എന്താണ് എക്സ്റ്റിങ്ഷൻ, ഈ ബെല്ലടിക്കുന്ന കാര്യം നമ്മൾ അങ്ങ് നിർത്തിവെച്ചു. അപ്പൊ പാവം എന്താ നമ്മുടെ ഡോഗ് മറന്നുപോകും, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2 ദിവസം ബെല്ലടിക്കുമ്പോഴത്തേക്ക് ശരിയാവും, പക്ഷെ എങ്കിലും താൽക്കാലമായിട്ട് അത് മറന്നു പോകത്തില്ല. അതിനാണ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. എന്തോ കണ്ടീഷൻ ചെയ്ത് വെച്ചായിരുന്നു നമ്മൾ അതിനെ ബെല്ലടിപ്പിച്ച് പഠിപ്പിച്ച, ബെല്ലടിച്ചാൽ ഫുഡ് വരുമെന്ന്, പിന്നെ നമ്മൾ അങ്ങ് നിർത്തി, അപ്പം ഡോഗും മറന്നുപോയി. അതാണല്ലോ പ്രീവിയസ്ലി കണ്ടീഷന്റെ റെസ്പോൺസ് ഡിക്രീസ് ചെയ്യുക, ഡിക്രീസ് വെച്ചിട്ട് നമുക്ക് എന്തെന്ന് കിട്ടാം ആൻസർ എക്സ്റ്റിങ്ഷൻ. നേരത്തെ കണ്ടീഷൻ ചെയ്തത് അങ്ങ് കുറഞ്ഞു പോയി, അപ്പൊ അതെന്തായി, അതങ്ങ് ഇല്ലാതായി, എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. ആ ഒരു പഠിച്ച കാര്യം അങ്ങ് മറന്നുപോയി. ഇപ്പൊ അത് ഫോളോ ചെയ്യുന്നില്ല. ഇപ്പൊ ബെല്ലൊന്നും അടിക്കാത്തതുകൊണ്ട് അതും മറന്നുപോയി, എന്താ പറയുക ഡോഗും മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് അതിനെ ആ ഒരു കണ്ടീഷനെയാണ് എന്ത് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. പഠിപ്പിച്ചത് മറന്ന് അത് ഇല്ലാതായിപ്പോയി, ആ സ്വഭാവം ഇപ്പൊ ഇല്ലാതായിപ്പോയി. ഓക്കെ, അതാണ് എക്സ്റ്റിങ്ഷൻ. ഓക്കെ. Providing additional education opportunities for gifted children other than regular classrooms. ഗിഫ്റ്റഡ് ചിൽഡ്രന് വേണ്ടി നമ്മൾ ഒരുക്കുന്ന സജ്ജീകരണത്തിന് എന്തെന്ന് പറയും? ഇൻക്ലൂഷൻ ആണോ, കോമ്പൻസേഷൻ ആണോ, എൻറിച്ച്മെന്റ് ആണോ, മെയിൻ സ്ട്രീമിംഗ് ആണോ? ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് സാധാരണ നമ്മൾ കൂടുതലും കേട്ട് വരുന്നത് സ്പെഷ്യൽ സ്റ്റുഡൻസിന്. ഗിഫ്റ്റഡിന് വേണ്ടിയുള്ളത് ആണോ? എൻറിച്ച്മെന്റ്. വെരി ഗുഡ്, എൻറിച്ച്മെന്റ്. അവർക്ക് വേണ്ടി നമ്മൾ കുറെ, അവരെ സാധാരണ അവർക്ക് പറ്റുന്നില്ല, അവർക്ക് ഇച്ചിരി കൂടുതൽ വേണം. അവർക്ക് എന്താ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഇങ്ങനെ ആക്സിലറേഷനും അങ്ങനത്തെ സംഭവങ്ങൾ, അവർ 1 കഴിഞ്ഞ് 3 കടത്തിവിടുക, അങ്ങനത്തെ സംഭവങ്ങളും. എൻറിച്ച്മെന്റ് എന്താ, കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ്, കൂടുതൽ എക്സസൈസ് ഒക്കെ. അവർക്ക് ഇച്ചിരി ഒന്നും പോരാ, അവർക്ക് വേണ്ടി എൻറിച്ച്മെന്റ് കോഴ്സ്, റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് വേണ്ടി. മെയിൻ സ്ട്രീമിംഗ് ഒക്കെ നമ്മുടെ സ്പെഷ്യൽ സ്റ്റുഡൻസിനും ഒക്കെ വേണ്ട, അവർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ അതൊക്കെ വരുന്നതാണ് ഈ മെയിൻ സ്ട്രീമിംഗ്. ഓക്കെ. During adolescence, students may seek greater independence, leading to challenges in authority. As teacher, what is the helpful approach for managing this behavior in the classroom? So, adolescent students വരുമ്പോൾ എന്താ, അവർക്ക് കൂടുതൽ ഇൻഡിപെൻഡൻസ് വേണം. അങ്ങനെ അവർ ഇച്ചിരി വലുതാകുമ്പോഴേ നമ്മൾ കൊച്ചിലെ മോനെ അവിടെ ഇരിക്കുന്നു പറയുന്നത് അങ്ങനെ ഇരിക്കാൻ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയിരിക്കത്തില്ല അവർക്ക്. അവരെല്ലാം ചോദ്യം ചെയ്യും, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം വേണം. അതാണ് നമ്മൾ അവരുടെ പേഴ്സണൽ കാര്യത്തിലൊക്കെ ഇടപെടാൻ പോയാൽ അവർക്ക് ചിലപ്പോൾ ദേഷ്യം വരും. അവർക്ക് കുറച്ചുകൂടെ അവരെ ഇങ്ങോട്ട് ചോദ്യം ചെയ്യും, അവരെല്ലാത്തിനും ഇച്ചിരി ഇതായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു ക്ലാസ്സിൽ അങ്ങനെ ഒരു ക്ലാസ് പഠിപ്പിക്കുന്നതാണെങ്കിൽ ആസ് എ ടീച്ചർ ഇത് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതായിരിക്കും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമുക്ക് ക്ലാസ്സിൽ എടുക്കാൻ പറ്റുന്നത്, ആ കുട്ടികളോട് ടീച്ചറിന് എടുക്കാൻ പറ്റുന്നത്? ഓപ്ഷൻ എ. എൻകറേജിങ് നമുക്ക് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, നെഗോഷിയേഷൻസ് എന്ന് വെച്ചാൽ ഒരു വിശകലനം. അപ്പൊ അവരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ തിരിച്ച് അവരോട് അതേപോലെ ഇതല്ലാതെ നീ പറഞ്ഞത് ശരിയാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ എന്നില്ലേ, നമ്മൾ അതിനെ കുറിച്ചില്ലേ ഒരു മോശമായിട്ട് ഒരു തെറ്റായിട്ട് പറയും, പക്ഷെ അവരത് അംഗീകരിച്ച് തരാൻ ഇച്ചിരി പാടുള്ളൊരു പ്രായമാണ്. അപ്പൊ നമ്മൾ അവരോട് അങ്ങനെ നിന്നാ പറ്റത്തില്ല. അപ്പൊ അത് അവരെ ആ രീതി പറഞ്ഞ് മനസ്സിലാക്കി ഇതാണെന്ന് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അവരുടെ ചലഞ്ചിങ് ബിഹേവിയറിന് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. നീ എന്തെങ്കിലുമൊക്കെ പറ, ഞാനിവിടെ ക്ലാസ് എടുക്കും, എനിക്കൊന്നും കയറി, ആ ഒരു രീതിയിൽ മിനിമൈസിങ് പിയർ ഇന്ററാക്ഷൻ. അതും പറ്റത്തില്ല, അവർക്ക് പിയർ പ്രഷർ ഉണ്ടെന്നുള്ള കാര്യം സത്യം തന്നെ, പക്ഷെ എന്നും പറഞ്ഞാൽ അവരെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാതെ വിട്ട് അവരുടെ ദേഷ്യം കൂടത്തേ ഉള്ളൂ. നീ കൂട്ടുകാരുടെ കൂടെ ഇരുന്നവർക്ക് ഒന്നുകൂടെ നമ്മളോട് ദേഷ്യം കൂടത്തേ ഉള്ളൂ. അവര് നമ്മൾ പറയുന്നത് കേൾക്കാതെ കൂട്ടുകാരെടുത്തു പോകും. ഡിസ്കറേജ് സ്റ്റുഡന്റ് ഓട്ടോണമി. ക്ലാസ്സിൽ നിന്ന് അനം കണ്ട അവിടെ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും, അവർ ചിലപ്പോൾ നമ്മൾ അനുസരിക്കത്തില്ല. അപ്പൊ ഇതേതാണ് ഇതിലെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്, എൻകറേജ്. അവർക്ക് എന്ത് നമ്മളോട് വന്ന് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് കൊടുക്കുക. പിന്നെ നെഗോഷിയേഷൻ, അവർ തെറ്റ് പറഞ്ഞാലും അത് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് അവരുടെ പറയാനുള്ള കേട്ട് നമുക്ക് പറയാനുള്ളത് ഒരു രീതി പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരു നല്ലൊരു വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനാണ് എന്ന് പറയുന്നത് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഒരു അഡോലസൻസ് ഒക്കെ ഉള്ള ക്ലാസ്സിന് ഒരു ടീച്ചർ എടുക്കേണ്ട അപ്രോച്ച് ഓപ്പൺ കമ്മ്യൂണിക്കേഷനും നെഗോഷിയേഷനും എൻകറേജ് ചെയ്യും.
ഓക്കെ അല്ലേ? നമുക്ക് മുന്നോട്ട് പോവേ. ദ പ്രൈമറി പർപ്പസ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ഈസ്, നമ്മൾ പഠിച്ച ഡിഫൻസ് മെക്കാനിസം കുറെ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് തന്നെ റിപ്രഷനും പ്രോഗ്രഷനും പ്രൊജക്ഷനും ഒക്കെ ഉള്ളത്. ഓക്കെ, അതിന്റെ ഒരു പ്രൈമറി പർപ്പസ് എന്താ? ടു എൻഹാൻസ്മെന്റ് ഇമോഷണൽ, ടു എൻഹാൻസ് ഇമോഷണൽ എക്സ്പ്രഷൻ, ടു റെഡ്യൂസ് ആൻസൈറ്റി ആൻഡ് സേവ് ദ ഫേസ്, ടു എസ്കേപ്പ് ഫ്രം റിയാലിറ്റി, ടു മേക്ക് അതേഴ്സ് ഇൻ ഡിസ്ട്രസ്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിലാക്കാനാണ്. ഓപ്ഷൻ ഡി പറയുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിലാക്കാൻ, അതിനാണ് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം. സി പറയുന്നത് ടു എസ്കേപ്പ് ഫ്രം റിയാലിറ്റി, ഈ റിയൽ വേൾഡിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം എടുക്കുന്നതെന്ന്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിഫൻസ് മെക്കാനിസത്തിൽ ഉണ്ട്, പക്ഷെ എല്ലാം അതിനുള്ളതല്ല. ഓക്കെ, പിന്നെ ടു റെഡ്യൂസ് ആൻസൈറ്റി ആൻഡ് സേവ് ദ ഫേസ്, നമുക്കുണ്ടാകുന്ന കുറെ ആൻസൈറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ മുഖം ഓക്കെ ആയിട്ട് നമ്മൾ സൊസൈറ്റിയിലും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാനാണോ? അല്ലെങ്കിൽ ടു എൻഹാൻസ്മെന്റ് ഇമോഷണൽ എക്സ്പ്രഷൻ, നമ്മുടെ ഇമോഷണൽ എക്സ്പ്രഷൻസ് എൻഹാൻസ് ചെയ്യും, നമ്മുടെ ഇമോഷണലി ഉള്ള കുറെ കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടുവരും. എൻഹാൻസ്മെന്റ് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടുവരും. ഇതിന് ഏതിനാണ് ഡിഫൻസ് മെക്കാനിസം സഹായിക്കുന്നത്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഒരു രീതി കറക്റ്റ് ആണ്, പക്ഷെ ഓപ്ഷൻ ബി ആണ് കൂടുതൽ കറക്റ്റ്. നമ്മുടെ ഇമോഷണൽ എക്സ്പ്രഷൻ ഒക്കെ നമ്മൾ ഇപ്പം ഈ റിപ്രഷന്റെ കേസ് ആരെങ്കിലും മരിച്ച്, ഞാൻ കൊടുത്തത് സി ആണ് ആൻസർ. സി അല്ലേ? റിയാലിറ്റിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ അതിനകത്ത് ഈ സബ്ലിമേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്, അതൊരു രീതിയിൽ സി കറക്റ്റാ. റിയാലിറ്റിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്ലിമേഷൻ എടുക്കുന്നത്. പക്ഷെ എല്ലാം അതല്ല. ഇപ്പൊ റിപ്രഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ ഇൻ റിയൽ നമുക്ക് വിഷമോ നമുക്ക് പ്രിയപ്പെട്ടവർ മരിച്ചത്, അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചത്. പക്ഷെ നമുക്ക് റിയൽ ലൈഫിൽ എന്താ, നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുക, കുറെ ഓപ്പർച്യൂണിറ്റി വരുന്നു, ജീവിച്ചല്ലേ പറ്റൂ, അപ്പൊ നമുക്ക് മുന്നോട്ട് പോകണം. അപ്പൊ റിയാലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല, റിയാലിറ്റി ആയിട്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഡിഫൻസ് മെക്കാനിസം ഉള്ളത്. അതുപോലെ കുറെ കാര്യങ്ങൾ ഒരു രീതിയിൽ അത് കറക്റ്റാ. പിന്നെ എന്താ റിഗ്രഷൻ നോക്കുമ്പോഴും ടു എസ്കേപ്പ് ഫ്രം റിയാലിറ്റി വരും. എന്ന് വെച്ചാൽ എനിക്കിപ്പം എന്താ 18 വയസ്സുണ്ട്, പക്ഷെ ഞാൻ 10 വയസ്സിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. അതെന്റെ എന്താ റിയാലിറ്റിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള വഴി തന്നെ. പക്ഷെ എല്ലാ ഡിഫൻസ് മെക്കാനിസവും അങ്ങനെയല്ല. റിപ്രഷൻ അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം എല്ലാം എന്തിനാണ്? നമ്മുടെ ആൻസൈറ്റി കുറച്ച്, നമുക്ക് ആൻസൈറ്റികളൊക്കെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് കുറയണം. എന്നാലും നമുക്ക് ടെൻഷൻ അടിച്ച് ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതൊക്കെ കുറച്ച് സേവ് ദ ഫേസ്, നമുക്ക് ഉള്ളിൽ ഭയങ്കര പേടിയാണെങ്കിൽ അത് പുറത്ത് കാണിക്കാതെ മുന്നോട്ട് പോകാൻ വെച്ചാൽ നമ്മൾ കോമ്പൻസേഷൻ അങ്ങനത്തെ കുറെ കാര്യമൊക്കെ ഉണ്ടല്ലോ. എന്താ, ഡോക്ടർ ആകാനായിരുന്നു ഇഷ്ടം, ഡോക്ടർ ആയില്ല എന്നും പറഞ്ഞ ജീവിതകാലം മൊത്തം ഡോക്ടർ ആയില്ലെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കാൻ പറ്റുമോ? ഇപ്പൊ എന്തെടുത്തു തൽക്കാലം ഒരു നേഴ്സായി ഡോക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ അതിനാണ് എന്തെടുത്ത കോമ്പൻസേറ്റ് ചെയ്തത്. അപ്പൊ അതൊക്കെ എന്തിനാ? നമ്മുടെ ഉള്ളിൽ വിഷമം ഉണ്ടായിരുന്നു, അതിനെ എങ്ങനെയൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ അതിനാണുള്ളത്. പിന്നെ എ ഒരു രീതിയിൽ കറക്റ്റ് ആണ്, പക്ഷെ അത് കംപ്ലീറ്റ്ലി കറക്റ്റ് ആകത്തില്ല. നമ്മൾ എല്ലാ ഇമോഷനും അങ്ങനെ ഇപ്പം എക്സ്പ്രസ് ചെയ്ത, പ്രത്യേകിച്ച് പോസിറ്റീവ് ഡിഫൻസ് മെക്കാനിസം വരുമ്പോൾ നമുക്കൊരു റിയാക്ഷൻ ഫോർമേഷൻ ഉണ്ടല്ലോ, ഇഷ്ടമല്ല എന്നിട്ട് നമ്മൾ എന്തെടുക്കും? ചിരിച്ചു കാണിക്കും. കാര്യം എന്താ? തൽക്കാലം പ്രശ്നമൊന്നും വേണ്ട. ദേഷ്യം അതുപോലെ കാണിച്ചാൽ ആവശ്യമില്ലാതെ അവിടെ വഴക്കുകളൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്തെടുക്കും? ആ ഇമോഷനോട് എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റത്തില്ല, അവിടെ അതങ്ങ് കുറച്ചതാ. റെഡ്യൂസ് ആൻസൈറ്റി ആൻഡ് സേവ് ദ ഫേസ് ആണ് ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആൻസൈറ്റി, ടെൻഷൻ, നമ്മുടെ സ്ട്രെസ്, അതുപോലെ നമ്മുടെ വിഷമങ്ങൾ, സോറോസ്, ഇതെല്ലാം തന്നെ റെഡ്യൂസ് ചെയ്ത് സമൂഹത്തിന് പിന്നെ നമുക്ക് കുഴപ്പമില്ല എന്നൊക്കെ വരച്ച് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് എന്ത്? അതിന് നമ്മുടെ മനസ്സെടുക്കുന്ന നമ്മൾ കുറെ എട്ടെണ്ണത്തോളം പഠിച്ചില്ലേ, അതെല്ലാം എന്താണ്? അതിൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അതെ, പോസിറ്റീവിന് വെച്ചിട്ടാണ് നമ്മുടെ ഈ ആൻസറിലോട്ട് കൺക്ലൂഷന് വന്നിരിക്കുന്നത്. ടു റെഡ്യൂസ് ആൻസൈറ്റി ആൻഡ് സേവ് ദ ഫേസ്. ഓക്കെ ആണോ? മനസ്സിലായോ? മനസ്സിലായി മിസ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോയി. എല്ലാം ഒരുമാതിരി കറക്റ്റ് ആയിട്ട് തോന്നുന്നു. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ടു റെഡ്യൂസ് ആൻസൈറ്റി ആൻഡ് സേവ് ദ ഫേസ് ആണ്. ടു എസ്കേപ്പ് റിയാലിറ്റി ചില ഡിഫൻസ് മെക്കാനിസത്തിന് അത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ടു എൻഹാൻസ് ഇമോഷണൽ എക്സ്പ്രഷനും ചില ഡിഫൻസ് മെക്കാനിസത്തിന് കറക്റ്റ് ആണ്. ഓവറോൾ നോക്കുമ്പോൾ ടു റെഡ്യൂസ് ആൻസൈറ്റി ആൻഡ് സേവ് ദ ഫേസ് ആണ് കറക്റ്റ് ആൻസർ. According to Sigmund Freud, unresolved conflict during the developmental stage may lead to. നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡ് കൊണ്ടുവന്ന ഒരു ഐഡിയ ആണിത്. പക്ഷെ നമ്മുടെ ഒരു പർട്ടിക്കുലർ ഏജിൽ പുള്ളി കുറെ സ്റ്റേജ് ഒക്കെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, പിന്നെന്താ ഫാലിക് സ്റ്റേജ്, അതുപോലെ ലാറ്റൻ സ്റ്റേജ്, ജെനൈറ്റൽ സ്റ്റേജ്, ഇങ്ങനെ 5 സ്റ്റേജുകൾ എന്തുവാ സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റിൽ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട്. ഈ സ്റ്റേജുകളുടെ അടിസ്ഥാനത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡിൽ എത്തിച്ചേർന്ന ഒരു കൺക്ലൂഷൻ ഉണ്ട്. ഈ ഓരോ പ്രായത്തിലും നടക്കേണ്ട ഓരോ കാര്യങ്ങളുണ്ട്. അത് നടന്നില്ല, ഇല്ലെങ്കിൽ ഒരെണ്ണത്തിൽ തന്നെ നിന്നുപോയി എങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കും എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഒരു കോൺഫ്ലിക്റ്റുകളാണല്ലോ നമ്മുടെ പ്രോബ്ലത്തിൽ ഇതിലുണ്ടാക്കുന്നത്. ഫ്രസ്ട്രേഷൻ, കോൺഫ്ലിക്റ്റ്.
അപ്പൊ അത് സോൾവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റേജിൽ നിന്ന് പുതിയ സ്റ്റേജിലോട്ട് പോയിട്ട് അവസാനം നല്ലൊരു ഫുള്ളി ഡെവലപ്ഡ് എല്ലാം ബാലൻസ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ഒരു പേഴ്സണായി മാറുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ഏജിൽ അത് സോൾവ് ആയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവ് സാറ്റിസ്ഫൈഡ് ആയില്ല. ഡ്രൈവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡാ. ഈ ഡ്രൈവ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആയില്ല. ഇപ്പം എന്താ ഓറൽ സ്റ്റേജ് എന്താ, സക്കിങ്ങിലൂടെ പ്രഷർ, ഓറൽ മൗത്ത് വഴി പ്ലഷർ എടുക്കുന്നു. അങ്ങനെ അത് നടന്നിട്ടില്ല, ഇല്ലെങ്കിൽ അത് ആവശ്യത്തിന് കിട്ടിയിട്ടില്ല, ആ ഒരു ഡ്രൈവ് സാറ്റിസ്ഫൈ, ആവശ്യത്തിന് പാല് കിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആ ഒരു ഏജിൽ ഉണ്ടായി, ഇല്ല അവിടെ എന്തെങ്കിലും തെറ്റായ ഒരു കാര്യം പഠിച്ചു വെച്ചു എങ്കിൽ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കും? ഫിക്സേഷൻ ആണോ, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുമോ, മെന്റൽ മെച്യൂരിറ്റി ഉണ്ടാവുമോ, അതോ പ്രൊജക്ഷൻ ആണോ? ഏതായിരിക്കും ആ ഒരു വ്യക്തി നേരിടുന്ന പ്രശ്നം? ഏതെന്ന് തോന്നുന്നു? ഇമോഷണൽ ആണോ അറിയില്ല. ഫിക്സേഷൻ കേട്ടോ. ഫിക്സേഷൻ ആണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഫിക്സേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ സക്കിംഗ് സ്റ്റേജിൽ കുട്ടികൾ ഇങ്ങനെ എന്തെടുക്കും, അവർക്ക് എപ്പോഴും പാല് കുടിക്കാൻ ടെൻഡൻസിയിൽ ഈ തള്ളവരെടുത്ത് എന്തെടുക്കും, വായി വെച്ച് ഇങ്ങനെ ചപ്പുന്നൊരു മെന്റാലിറ്റി കാണിക്കും. അപ്പൊ അത് നമ്മൾ അപ്പോഴേ അത് സോൾവ് ചെയ്തില്ല, അവർക്ക് പെട്ടെന്ന് അവർക്ക് അത് കാണിക്കുമ്പോൾ എന്താ, അവർക്ക് പാല് വേണമെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ പാല് കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ഡ്രൈവ്, വിശപ്പെന്ന ആ ഒരു ഡ്രൈവ് അവിടെ സാറ്റിസ്ഫൈഡ് ആകുന്നു. അപ്പൊ എപ്പോഴും പെട്ടെന്ന് തന്നെ നമ്മൾ അവർക്ക് പാല് കൊടുക്കുവാണെങ്കിൽ അവർ പിന്നെ ആ ഒരു ഹാബിറ്റ് കുറയും. നേരെ മറിച്ച് അവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ എന്തെടുക്കും, അവർ ഈ ഒരു ഹാബിറ്റ് തുടരും. അപ്പൊ ചിലരൊക്കെ കണ്ടു, വലുതായാലും അവർക്ക് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഇടയിലൊക്കെ തന്നെ ഈ ഒരു എന്തെങ്കിലും ആലോചിക്കുമ്പോഴൊക്കെ വായി വരലിട്ട് ഇങ്ങനെ ഒരു സക്ക് ചെയ്യാനൊരു ടെൻഡൻസി, എന്താ അറിയാതെ കുഞ്ഞിലെ ഫോളോ ചെയ്തൊരു അറിയാതൊരു ഹാബിറ്റ് ആയി പോയത്. അന്ന് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കുറച്ച് നീഡ് ഡ്രൈവ് ഉണ്ടായിരുന്നു, സാറ്റിസ്ഫൈഡ് ആയില്ല, അതുകൊണ്ട് അറിയാതൊരു ഹാബിറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് വലിയ വ്യക്തിയായിട്ട് ഇപ്പോഴും എന്താ ഓറൽ സ്റ്റേജിന്റെ ആ ഒരു സ്വഭാവം കാണിച്ചുകൊണ്ട് അവിടെ ഫിക്സ് ആയിപ്പോയി. അറിയാതെ ഓറൽ സ്റ്റേജില് ഹാബിറ്റിൽ ഫിക്സ് ആയിപ്പോയി. അതിനാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് സിഗ്മണ്ട് ഫ്രോയിഡ്. എൻഹാൻസ് ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ നല്ല കാര്യമാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഒരു സ്റ്റേജിൽ നിന്ന് പോകാതെ എല്ലാം സാറ്റിസ്ഫൈഡ് ആയി നല്ല രീതിയിൽ വന്ന ഒരു വ്യക്തിക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇപ്പൊ നമുക്ക് അഡോളസൻസിലൊക്കെ അൺസ്റ്റേബിളാണ്, പക്ഷെ അഡോളസൻസ് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ സ്റ്റേബിൾ ആകും. പിന്നെ അടുത്ത എന്തോ മെന്റൽ മെച്യൂരിറ്റി. മെന്റൽ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഇതൊക്കെ എല്ലാ സ്റ്റേജും ഒരു കുഴപ്പമില്ലാതെ കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് എന്തുണ്ടാകത്തുള്ളൂ, മെന്റൽ മെച്യൂരിറ്റി ഉണ്ടാകും. ഇൻമെച്യൂർ ആകും നമ്മളൊരു പ്രായത്തിൽ. അത് കഴിഞ്ഞ് അതിന്റെ പ്രശ്നങ്ങളെല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മൾ മെച്യൂർ ആകും. പിന്നെ പ്രൊജക്ഷൻ എന്താ, ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്, ബ്ലെയിമിങ് അതേഴ്സ്. അത് ഇതുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഇതെന്താ, സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ അൺറിസോൾവ്ഡ് കോൺഫ്ലിക്റ്റ്. ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ നമുക്ക് ഹങ്കർ ആയിരുന്നില്ല, ആ ഒരു പാല് കുടിക്കാനുള്ള ഒരു മൗത്തിൽ കിട്ടേണ്ട ഒരു പ്ലെജർ വേണമായിരുന്നു, അത് കിട്ടിയില്ല. അത് കിട്ടാതിരുന്നപ്പോ എന്താ, ആ ഒരു ഹാബിറ്റ് ഫോളോ ആയിട്ട് വലിയ ആളായിട്ട് ഇപ്പൊ എന്താ ഇപ്പോഴും വിരലെടുത്ത് ചപ്പാനുള്ള ടെൻഡൻസി അറിയാതെ വരും. പാലിന് വേണ്ടിയിട്ടല്ല, പക്ഷെ എന്തോ ആ വായിക്കൂടെ പ്ലെജർ എടുക്കേണ്ട ടൈമിൽ അത് കിട്ടാതെ വന്നതിന്റെ കുഴപ്പമാണ്. ആ ഒരു സ്റ്റേജിൽ അറിയാതെ ഫിക്സ് ആയിപ്പോയി. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് ഫിക്സേഷൻ. വലിയതായി ശരീരം എന്തായാലും നമ്മൾ വളർന്നിട്ടും ഡെവലപ്മെന്റ് സ്റ്റേജിൽ അറിയാതെ ഏതോ ഒരു ഭാഗത്ത് നമ്മൾ നിന്നുപോയി. നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിൽ റിഗ്രഷൻ പറയത്തില്ലേ, 18 വയസ്സായി പക്ഷെ എന്നാലും 10 വയസ്സിന്റെ ആണ് നമ്മൾ മനസ്സുകൊണ്ട്, ആ ഒരു അവസ്ഥ പോലെ. അതിനെയൊക്കെ എന്തെന്ന് പറയുന്നത്, ഫിക്സേഷൻ. എവിടെയോ നിന്നുപോയി, അതാണ് ഫിക്സേഷൻ. അവിടെ ആ ഒരു ഓറൽ സ്റ്റേജിൽ തന്നെ നിന്നുപോയി. ജനൈറ്റലിന്റെ മാറ്റങ്ങളൊക്കെ വന്നു, പക്ഷെ ഓറൽ സ്റ്റേജിൽ സാറ്റിസ്ഫൈഡ് ആകാത്തതുകൊണ്ടാണ് ഈ ഒരു വിരല് വായി വെക്കുന്ന ആ ഒരു ഹാബിറ്റ് വന്നത്. അതിനാണ് എന്തെന്ന് പറയുന്നത്, ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ അൺറിസോൾവ്ഡ് കോൺഫ്ലിക്റ്റ്, സോൾവ് ചെയ്യപ്പെട്ടില്ല ചെയ്യേണ്ട പ്രായത്തിൽ, അതുകൊണ്ട് അതൊരു ഹാബിറ്റ്. അതാണ് ഫിക്സേഷൻ. ഓക്കെ അല്ലേ? മറ്റേ രണ്ട് നല്ല ഹാബിറ്റ്, അത് ഫുള്ളി ഡെവലപ്ഡ് ആയ ഒരാൾക്ക് വേണ്ടതാ. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത് ഇത് അറിയാതെ സോൾവ് ആകാത്ത ചില മനുഷ്യരുടെ കേസിലുള്ള മാത്രമാണ് ഫിക്സേഷൻ. ഇമോഷണൽ മെച്യൂരിറ്റിയും അതുപോലെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയും മെന്റൽ മെച്യൂരിറ്റി ഒക്കെ ഒരാൾക്ക് വേണം. അതൊരു ഇഷ്യൂ അല്ല, അതാണ് സത്യത്തിൽ നടക്കേണ്ടത്. ഓക്കെ, പ്രൊജക്ഷൻ പിന്നെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്, ബ്ലെയിമിങ് അതേഴ്സ്. നെക്സ്റ്റ് പോവാം. ഹൗ മെനി ഫോക്കസ് ഏരിയാസ് ആർ ഇൻ KCF 2023? ഭയങ്കര ന്യൂ ക്വസ്റ്റ്യനാ. KCF 2023 എന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന്. സാധാരണ 2007 ക്വസ്റ്റ്യൻ വരാറ്. NCF 2005. 24 26 ആണ്. 26 ആണ് ആൻസർ. KCF 2023 ഫോക്കസ് ചെയ്യുന്ന 26 ഏരിയാസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോവാം. According to PWD Act, what percentage of reservations typically provided for person with a disability in educational institution?
5%. 5%. ഓക്കെ, വെരി ഗുഡ്. 5% സീറ്റ്സ് ആണ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിക്ക് അലോട്ടഡ് ആയിട്ടുള്ളത്. Select the term that describe the process through which adolescent develop a sense of identity by exploring various roles and possibilities. ഇതും ഇച്ചിരി ഒരു ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെ അധികം ഐഡന്റിറ്റി ക്രൈസിസ് ആണോ ആൻസർ? അല്ല, ഐഡന്റിറ്റി ക്രൈസിസ് അല്ല. ഐഡന്റിറ്റി ക്രൈസിസ് നമ്മളെ ചെറിയൊരു പ്രോബ്ലമാണ്. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഐഡന്റിറ്റി മൊറാട്ടോറിയം. ഇവിടെ വെച്ചാൽ സെൻസ് ഓഫ് ഐഡന്റിറ്റി എക്സ്പ്ലോറിംഗ് വേരിയസ് റോൾ ആൻഡ് പോസിബിലിറ്റി. അത് അത്രയ്ക്ക് ഡിസ്കസ് ചെയ്യാത്തൊരു ഏരിയ, നമ്മുടെ ഏരിയയിൽ അത്ര ഡിസ്കസ് ചെയ്യാത്തൊരു ഏരിയ ആണിത്. ഐഡന്റിറ്റി ക്രൈസിസ് വരെയൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ ഇത് എക്സ്ട്രാ അവർ കയറ്റി ചോദിച്ചിരിക്കുന്നതാണ്. ഇത് ടേം ഇത് പറഞ്ഞ അഡോളസൻസിന് ഓരോ പുതിയ റോളുകൾ അറിയാനും അങ്ങനെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിനെ എന്തെന്ന് പറയുന്നു. അവര് എല്ലാ അഡോളസന്റും അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഐഡന്റിറ്റി ക്രൈസിസ്. പക്ഷെ അതിൻ്റെ അകത്ത് ചില കേസുകളിലൊക്കെ നമുക്ക് എന്താ അവരുടെ സ്പെഷ്യൽ ഒരു ക്യാരക്ടറിനെയാണ് എടുത്ത് ചോദിച്ചേക്കുന്നത്. അവർക്ക് പുതിയ പുതിയ വെറൈറ്റി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട്. അതെന്താണ് ഇതെന്താണെന്ന് തോന്നുന്ന ആ ഒരു മെന്റാലിറ്റീന് അത് അത്ര തെള്ളി നിൽക്കുന്ന കാര്യമല്ല. പക്ഷെ എങ്കിലും എല്ലാത്തിനെ കുറിച്ച് അറിയാൻ, എല്ലാത്തിനും പുറകെ പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കുമല്ലോ. ഒരു സെക്കൻഡ്. ഓക്കെ, സോറി കേട്ടോ, ഒരു ഫോൺ റിങ് ചെയ്തത്. അപ്പം അതെന്താ അതിനെന്തെന്നാ പറയുന്നത്? ഐഡന്റിറ്റി മൊറാട്ടോറിയം വെച്ചാൽ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ സഞ്ചരിക്കുക, പുതിയ പുതിയ കുറെ കാര്യങ്ങൾ കണ്ടെത്താനും ഒക്കെ ഉള്ളൊരു അവർക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ചിന്തിക്കുക എന്നൊക്കെ പറയത്തില്ല, ആ ഒരു മെന്റാലിറ്റിനെ എന്തെന്നാ പറയുന്നത്? അവർക്ക് പുതിയ എക്സ്പ്ലോറിങ് വേരിയസ് റോൾസ്. ഇപ്പം അവർ തന്നെ ലവർ റോളിലോട്ട് പോകാം. അതുപോലെ എന്താണ് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അറിയാനും ഓരോ വ്യത്യസ്തപ്പെട്ട ചിന്തകളൊക്കെ വരുന്നതിന് അവർക്ക് ഇപ്പൊ കോഴ്സുകളൊക്കെ എടുക്കാനാണെങ്കിലും ചെറിയ നമ്മൾ ഇപ്പൊ അഡോളസന്റ് ഏജ് ഒക്കെ ആകുമ്പോൾ വെറൈറ്റി കോഴ്സ് എടുക്കും, ആരും എടുക്കാത്ത പോയി എടുക്കണം, അങ്ങനത്തെ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, അതിനെ എന്തെന്ന് പറയുമെന്നാണ് ചോദിച്ചത്. അതിന്റെ ആൻസർ ഐഡന്റിറ്റി മൊറാട്ടോറിയമാണ്. ആൻസർ ഐഡന്റിറ്റി മൊറാട്ടോറിയമാണ്. ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ജനറലി എല്ലാ അഡോളസൻസിനും ഉള്ളത്. ഓക്കെ, അപ്പം അതിലാകെ പരിചയമുള്ള ഒരു വേർഡ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ അതെ, സത്യമാണ്. അതിൽ അപ്പടെ പഠിച്ചുള്ളൊരു വേർഡ് അത് ഐഡന്റിറ്റി ക്രൈസിസ് മാത്രമേ നമുക്ക് ഉള്ളൂ. അത് ശരിയാണ്. ഐഡന്റിറ്റി മൊറാട്ടോറിയാണ് എക്സ്പ്ലോറിംഗ് റോൾസ് ആൻഡ് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ പുതിയൊരു നോളജ് ആണ്. അപ്പൊ ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ നമ്മുടെ സ്ലൈഡ്സ്. 40 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ സൈക്കോളജിയിലുള്ളത്. ഏകദേശം കുറെയൊക്കെ ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മിസ്, ഓക്കെയാണ്. ഓക്കെയാണ്. അപ്പം ശരി, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ.